ഇന്നൊക്കെ അങ്ങനെ എങ്ങാനൊന്ന് വിളിച്ചിരുന്നെങ്കിൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് പറഞ്ഞാൽ അപ്പോഴേ പുള്ളിയെ തട്ടി അകത്താക്കും. 2-3 ദിവസം മുമ്പ് ഒരു പെണ്ണുമ്പിള്ള വിളിച്ചത് കേൾക്കുന്നില്ലേ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദൈവവചനം എത്രമാത്രം പ്രാക്ടിക്കലാണെന്നുള്ളത്, പ്രായോഗികമാണത്. ജീവിതത്തിൽ നമുക്ക് പാലിക്കാൻ കഴിയാത്ത ഒരു കാര്യവും ബൈബിളിൽ നമ്മോട് പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇറ്റ്സ് വെരി പ്രാക്ടിക്കൽ. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതേ ഉള്ളൂ ഇവിടെ പ്രശ്നം. പ്രത്യേകിച്ച് നമുക്ക് പുതിയ നിയമസഭയിലേക്ക് തന്നെ വന്ന് ചില കാര്യങ്ങൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. പ്രത്യേകിച്ച് ഇത് സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തെ ആഴ്ച ആയതുകൊണ്ട് നമുക്കൊന്ന് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 9-10 വാക്യം. ഗലേഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 9 and 10. ഗലാത്യർ 6:9-10. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. അപ്പം നന്മ ചെയ്തങ്ങ് മടുത്തും പോകാം, തളർന്നും പോകാം. നന്മ ചെയ്ത് മടുത്തവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഞാൻ നന്മ ചെയ്തങ്ങ് മുടിഞ്ഞു പോയി എന്ന് പറഞ്ഞ എല്ലാവരും ഉണ്ടോ? എൻ്റെ അപ്പനും അമ്മയും അങ്ങ് നന്മ ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതാതെ എല്ലാം അങ്ങ് നന്മ ചെയ്ത് ഞാനും എൻ്റെ കുടുംബവും മുടിഞ്ഞു പോയി എന്ന് പറയുന്നവരൊന്ന് കൈപൊക്കിക്കേ. ഞാൻ എത്രയോ അടുത്ത് ഈ ചോദ്യം ചോദിച്ചിട്ട് ഇന്ന് വരെ ഒരാൾ കൈപൊക്കിയിട്ടില്ല. അതിൻ്റെ അർത്ഥം നന്മ ചെയ്ത് ആരും മുടിഞ്ഞു പോയിട്ടില്ല. പക്ഷേ നന്മ ചെയ്ത് ചിലപ്പം മടുപ്പ് വരാം. അതുകൊണ്ടാണ് മടുത്ത് പോരുന്ന് എഴുതിയിരിക്കുന്നത്. ഇനി ചിലപ്പം മടുപ്പ് മാത്രമല്ല, തളർന്നും പോകാം. പക്ഷെ എന്നാലും എന്ത് ചെയ്യരുതെന്ന് എഴുതിയിരിക്കുന്നത്? മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. കണ്ടോ, നന്മ ചെയ്താൽ നല്ലോണം ഓർക്കണം. ദാറ്റ്സ് ആക്ച്വലി ഇറ്റ്സ് ലൈക്ക് പ്ലാന്റിങ് എ സീഡ്, അല്ലേ? ഒരു വിത്ത് വിതയ്ക്കുന്ന പോലെ. കാര്യം തക്ക സമയത്ത് എന്ത് ചെയ്യും? കൊയ്യും. നമ്മളൊരു നന്മ ചെയ്യുമ്പം ഒരു സീഡ് പ്ലാന്റ് ചെയ്യുന്നു എന്നുള്ള ചിന്തയിലല്ല നമ്മൾ ചെയ്യുന്നത്. ഇത് സത്യം പറഞ്ഞാൽ അമേരിക്കക്കാർ മിടുക്കരാ. അമേരിക്കൻകാർ പാസ്റ്റർമാർ ഭയങ്കര മിടുക്കരാ. അവർ ഈ സീഡ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഇരിക്കുന്ന പേഴ്സിലെ പൈസ മൊത്തം സീഡിൻ്റെ പേരും പറഞ്ഞ് ഇന്നൊരു സ്വോത്രകാഴ്ച പാത്രത്തിൽ വരുത്തിക്കും. അതിനുള്ള ടെക്നിക്കൊക്കെ അവർക്കുണ്ട്, അല്ലേ? പക്ഷെ ഞാനൊന്നും പറയാം, ആ ടെക്നിക്കൊന്നും വേണ്ട. ഈ സിമ്പിൾ പൗലോസ് പറഞ്ഞ വാക്യം എടുത്താൽ മതി. നമ്മൾ നന്മ ചെയ്യുമ്പം നമ്മൾ വിതയ്ക്കുക. ഒരു സമയമുണ്ട്, ആ സമയത്തിൻ്റെ പേരാണ് തക്ക സമയം. തക്ക സമയത്ത് എന്ത് ചെയ്യും? കൊയ്യും, അല്ലേ? അപ്പം നന്മ ചെയ്യുന്നതിൽ നമ്മൾ ഒരിക്കലും ഒരു മടുപ്പ് കാണിക്കരുത്, തളർന്നു പോവുകയും ചെയ്യരുത്. ഒരു സമയമുണ്ട്, അതാണ് തക്ക സമയം. അന്നെന്ത് ചെയ്യും? കൊയ്യും. ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്കൊരു ചിന്ത വന്നു, ഇന്നോട്ട് എന്തേലൊക്കെ ഒന്ന് ചെയ്യണം. കർത്താവിന് വെച്ചാൽ 31-ാം തീയതിക്കകത്ത് എനിക്ക് കുറേ നന്മയൊക്കെ ഒന്ന് ചെയ്യണം. അടുത്തിരിക്കുന്ന ഭർത്താവിനെയൊക്കെ നോക്കി വെച്ച്, കേട്ടാ ഞാനൊരു തീരുമാനം എടുത്ത് ഞാൻ കുറേ നന്മയൊക്കെ ചെയ്യാൻ പോവുകയാണ്, എന്നെ ഒന്നും പറയരുത്. ആ കാർഡിങ് തന്നേക്കണം, ഞാൻ കുറേ നന്മയൊക്കെ ചെയ്യാൻ പോവാണ്, എനിക്ക് അടുത്ത വർഷമെങ്കിലും ഒന്ന് കൊയ്യണം. അടുത്ത വാക്യം. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യും. നിങ്ങൾ ഇവിടെ നിന്നോട് തീരുമാനം എടുത്ത് ഞാൻ നന്മ ചെയ്ത് കളയുമെന്ന്. ശരി, നന്മ ചെയ്തോ. പക്ഷേ അടുത്ത പ്രശ്നം, പക്ഷേ ഇത് എവിടെ കൊടുക്കണം? ഇതാണ് അടുത്ത പ്രശ്നം. ഉത്തരം വന്നു കഴിഞ്ഞു. ആരാണ് ഈ സഹവിശ്വാസി? ഇടത്തോട്ടും വലത്തോട്ടും നോക്കിയേ, ഇവിടെ തന്നെ ഉണ്ട്. എവിടെയാണ് വിതയ്ക്കണം, എവിടെ വിതയ്ക്കണമെന്ന് പറഞ്ഞ് നിങ്ങളിനി പോയി തപ്പി കിടക്കണ്ട. നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് എവിടെ ഇടണോ ആ നല്ല ഫീൽഡുണ്ട്. ആദ്യം ആർക്കാണ്? സഹവിശ്വാസിക്കുന്നല്ല, എല്ലാവർക്കും ചെയ്യാം. പക്ഷേ വിശേഷാൽ ആർക്ക് ചെയ്യണം? സഹവിശ്വാസി. നിൻ്റെ സഹോദരൻ, നിൻ്റെ സഹോദരി വിശന്നിരിക്കുമ്പം നീ അവർക്ക് ആഹാരം കൊടുക്കണം. നിൻ്റെ സഹോദരൻ, നിൻ്റെ സഹോദരി വസ്ത്രമില്ലാതിരിക്കുമ്പം നീ അവരെ ഉടുപ്പിക്കണം. നിൻ്റെ സഹോദരൻ, നിൻ്റെ സഹോദരി വീടില്ലാതിരിക്കുന്നെങ്കിൽ നീ നിൻ്റെ വീട്ടിൽ ചേർത്ത് കൊള്ളണം. ഇതാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഞാൻ പറയുന്നത്, ഈസ് ഇറ്റ് പ്രാക്ടിക്കൽ?
ഇത് പ്രായോഗികമാണോ? ഇതിനെപ്പറ്റിയൊക്കെ എത്ര അനുഭവങ്ങൾ വേണമെങ്കിൽ എനിക്ക് പലരുടെയും എനിക്ക് പറയാൻ കഴിയും, പല ഭക്തന്മാരുടെ എനിക്ക് പറയാൻ കഴിയും. ചില അനുഭവങ്ങൾ നേരിട്ട് ഈ സഭയോടുള്ള ബന്ധത്തിലും എനിക്ക് ചിലത് പറയാനുണ്ട്. നമുക്കറിയാം, എല്ലാ സഭയ്ക്കും എന്തെങ്കിലുമൊക്കെ ചില ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ കാണും. നമുക്കറിയാം, എല്ലാ ചർച്ചിൻ്റെ ബഡ്ജറ്റിലും എന്തുണ്ടാവും, ഒരു ചാരിറ്റി എന്ന് പറഞ്ഞൊരു ഹെഡൊക്കെ കാണും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ ബൈബിൾ നമ്മൾ നല്ലവണ്ണം ഒന്ന് പഠിച്ചാൽ, പ്രത്യേകിച്ച് പുതിയ നിയമം സഭ പഠിച്ചാൽ, അവിടെ ശരിക്കും പറഞ്ഞാൽ ചാരിറ്റിക്കാണ് പ്രയോറിറ്റി. നല്ലോണം ഓർക്കണം, ഈ നന്മ പ്രവൃത്തികൾ ചെയ്യുന്നത്, ഈ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, അതിന് പ്രയോറിറ്റിയാണ് പുതിയ നിയമസഭയ്ക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മളത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, പുതിയ നിയമസഭ ഇത് കാര്യമായിട്ട് അതങ്ങോട്ട് അത്ര പഠിപ്പിക്കത്തില്ല. അതിലേക്ക് ഞാൻ വരാം. ഇനി നമുക്ക് സുവിശേഷങ്ങളിലേക്ക് വന്നാൽ, സുവിശേഷങ്ങൾ തുടങ്ങുമ്പം യേശുവിന് തൊട്ട് മുമ്പ് വഴിയൊരുക്കാൻ വന്ന ഒരാളാരാ? യോഹന്നാൻ സ്നാപകൻ, അല്ലേ? അദ്ദേഹം ഒരു പ്രത്യേക ഒരു ജീനിയസ് ആയിരുന്നു, അല്ല ഒരു ജീനായിരുന്നു. എന്താണ്? ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പ്, കാട്ടുതേനുമൊക്കെ കുടിച്ച് താടിയും മുടിയൊക്കെ വളർത്തി, അല്ലേ? ഒരു വല്ലാത്തൊരു പ്രാകൃത രൂപമായിരുന്നു. പക്ഷേ അദ്ദേഹം ആള് പുലിയായിരുന്നു. ആളിങ്ങോട്ടൊന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ സ്തോത്രം, അങ്ങനെയല്ല. വന്നിട്ട് വിളിക്കുന്നത് എന്താണ്? സർപ്പസന്തതികളെ. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഇങ്ങനെ വിളിച്ചാൽ പിന്നെ അവരാര് ബാക്കി കേൾക്കാൻ നിൽക്കുവോടെ, അല്ലേ? ഇന്നൊക്കെ അങ്ങനെ കാണുമെന്ന് വിളിച്ചിരുന്നെങ്കിൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് പറഞ്ഞാൽ അപ്പോഴേ പുള്ളിയെ തട്ടി അകത്താക്കും, അല്ലേ? അത് ആ വിളിച്ചതുപോലെ ശരിയല്ല എന്ന് പറയും. 2 ആഴ്ച മുമ്പ്, 2-3 ദിവസം മുമ്പ് ഒരു പെണ്ണുമ്പിള്ള വിളിച്ചത് കേൾക്കുന്നില്ലേ, അല്ലേ? അപ്പം ഇതാണ് ഇന്നത്തെ പ്രശ്നം. പക്ഷേ യോഹന്നാൻ സ്നാപകൻ ആരുടെയും മുഖം നോക്കണ്ട, ഉള്ളത് വിളിച്ച്. എന്താണ്? POS ബൈബിളാണെങ്കിൽ ആണലി കുഞ്ഞുങ്ങളെ എന്നാണ് POS ബൈബിളിൽ കിടക്കുന്നത്, അല്ലേ? എന്നിട്ടാണ് അവിടെ താൻ ഒരു കാര്യം പറഞ്ഞത്. എന്താണെന്നറിയാം? ലൂക്കോസ് 3:10-11 വായിച്ചേ. അവിടെ എത്ര കൊടുക്കണമെന്നുള്ളത് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് പുരുഷാരം ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ കൂടെ തോന്നില്ലേ, ഞങ്ങൾ എന്ത് ചെയ്യണം പാസ്റ്ററെ? അതുപോലെ അന്ന് ഈ സർപ്പസന്തതികളെ എന്നൊക്കെ വിളിച്ച് അങ്ങോട്ട് പറഞ്ഞപ്പോഴത്തേക്കും ജനങ്ങൾ ഞാൻ ചോദിക്കുക, ബ്രദറെ ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾ എവിടെ കൊണ്ട് കൊടുക്കണം? അതിനവൻ 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ. 2 ഉടുപ്പുണ്ടോ? അതിലൊന്ന് നിനക്കുള്ളതല്ല, അതാർക്കുള്ളതാ? ഇല്ലാത്ത ഒരുത്തനുണ്ട്, അവനുള്ളതാണ് ആ ഉടുപ്പ്. അതിൻ്റെ അർത്ഥം നീ 2 ഉടുപ്പ് ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ നീ അവൻ്റെ മോട്ടിച്ച് വെച്ചിരിക്കുക. എടാ, നിന്റെ സഹോദരൻ അപ്പുറത്ത് ഉടുപ്പില്ലാതിരിക്കുമ്പം, അവൻ തണുത്ത് പറച്ചിരിക്കുമ്പം, നീ ഇവിടെ ഒന്ന് ഇട്ടേച്ച് ഒന്ന് പൊതിഞ്ഞ് കൈ വെച്ചിരിക്കുക, ഇത് കഴിവുമ്പോൾ ഇടാൻ വേണ്ടി. അപ്പം 2 ഉണ്ടെങ്കിൽ 1, അപ്പം എത്ര ശതമാനം? കണക്കിൽ ജയിച്ചിട്ടുള്ളവർ പറഞ്ഞ് 50%. കണ്ടോ? 50%. ശരി, അടുത്തത് ഭക്ഷണ സാധനങ്ങൾ ഉള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ഭക്ഷണ സാധനം 2 ഉള്ളതെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? രാവിലെ 2 കുറ്റി പുട്ട് പുഴുങ്ങി എത്ര പേരുണ്ട് ഇവിടെ? 2 കുറ്റി പുട്ടും വിഴുങ്ങിയിട്ടാണ് വന്ന് ഇരിക്കുന്നത്. 2 ഉണ്ടെങ്കിൽ അത് ഭക്ഷണമാണെങ്കിൽ 1 ആർക്കാ? വിശന്നിരിക്കുന്നവനാ, അല്ലേ? 19-ാം അധ്യായത്തിലേക്ക് വരാം. ലൂക്കോസ് 19-ാം അധ്യായത്തിൻ്റെ 8-9. ഇത് കൊടുക്കണം എന്ന് യോഹന്നാൻ സ്നാപകൻ അങ്ങ് കയറി പറയുകയായിരുന്നു. ഇനി ആരും പറയാതെ ഒരാൾ കൊടുക്കാമെന്ന് പറഞ്ഞു. അതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. ഇയാൾ എനിക്ക് തോന്നുന്നു യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം കേട്ട് കാണും. അതാണ് പുള്ളിക്ക് 50% എന്നുള്ളത് എവിടെ നിന്നോ കിട്ടി, അല്ലേ? അപ്പം യേശു അങ്ങോട്ട് വന്നിട്ട്, സക്കായി കൊട്ടും മോട്ടിച്ചും അഴിമതി നടത്തിയും എല്ലാം വെച്ചിരിക്കുകയാണ്, ഇതെല്ലാം മര്യാദയ്ക്ക് പകുതി കൊടുത്തേക്കണം എന്ന് പറഞ്ഞോ? ഒന്നും ചെയ്തില്ല. യേശു ഇത്രേ പറഞ്ഞുള്ളൂ, വാ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു, ഇത്രയേ ഉള്ളൂ. യേശു കൂടെ അങ്ങ് പോയി വീട്ടിൽ കയറി. ചെന്ന ഉടനെ പുള്ളി എന്നു വെച്ചാൽ, നിൽക്കി ഒരു മിനിറ്റ്, ഞാൻ അടിച്ചു മാറ്റിയ പാതി അവിടെ നോക്കണേ, 50% ഓഫ് ഓൾ ഹിസ് വെൽത്ത് എന്നാണ് ഇരിക്കുന്നത്. അവൻ്റെ എന്തൊക്കെയാ? വസ്തുവകയിൽ പാതി. 10 സെന്റ് ഉള്ളവരൊക്കെ ഒന്ന് കൈപൂക്കിക്കേ. അതിൽ 5 സെന്റ് പുറമ്പോക്കല്ല, ഇല്ലാത്തവന്. 2 നില വീടുള്ളവർ കൈപൂക്കിക്കേ.
നിങ്ങളെല്ലാം കൂടി 2 നിലയും കൂടെ കയറി കിടക്കത്തില്ലല്ലോ. പണ്ട് 3 ബെഡ്റൂം, പിന്നെ ഗസ്റ്റ് റൂം, പിന്നെ പ്രെയർ റൂം, പിന്നെ ആ റൂം ഈ റൂം എന്നൊക്കെ വെച്ച്. ഇപ്പം എല്ലാം ഈ റൂമിൽ പല്ലി, പാറ്റ, ചെലന്തി, ചെതല്, പെരിച്ചാഴി, ഇതൊക്കെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ നിങ്ങൾ കെട്ടിവെച്ച് ഗസ്റ്റ് റൂമിലും പ്രെയർ റൂമിലും ഒക്കെ മറ്റേ താമസിക്കുന്നത്. ഞാനല്ലെങ്കിൽ പല്ലിക്കും പാറ്റയ്ക്കും ചെതലിനും ഇവയ്ക്ക് വേണ്ടി നിങ്ങൾ വീട് പണിഞ്ഞ് വയ്ക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അതേസമയത്ത് കണ്ട് ഒരു ലൈഫ് മിഷനിൽ കൂടെ ഒരു വീട് കിട്ടാൻ വേണ്ടി എത്ര വർഷമായിട്ട് കാത്തുകെട്ടി കിടക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. ഇതിനിടയ്ക്ക് 2 നില വെച്ചിരിക്കുക, 4500 സ്ക്വയർ ഫീറ്റ് അല്ലേ? 4500 സ്ക്വയർ ഫീറ്റിൽ ഇപ്പോൾ എത്ര സ്ക്വയർ ഫീറ്റിലാണ് നിങ്ങൾ കയറി അതിനകത്ത് താമസിക്കുന്നത്? എന്നോട് പലരും പറയാറുണ്ട്, ഞാൻ മുകളിലോട്ട് കയറിയിട്ട് വർഷങ്ങളായി, കാല് മുട്ടുവയ്യ. ഇത് കെട്ടിയ സമയത്ത് ഓടിക്കേറിയാണ് ഇത് പണിഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? മറ്റേ പണിക്കാർ വന്നില്ലെങ്കിലും ചാടി മുകളിൽ കയറി ടെറസിൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു. ഇപ്പം മുകളിലോട്ട് കയറിയിട്ട് വർഷങ്ങളായി. ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പറയും, പക്ഷേ അതിനകത്ത് ഒത്തിരി യാഥാർത്ഥ്യം ഉണ്ടെന്നുള്ള ഓർക്കണം. എത്ര സ്ക്വയർ ഫീറ്റുള്ള വീട്ടിൽ താമസിച്ചാലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ മൊബൈൽ മോർച്ചറി എത്ര സ്ക്വയർ ഫീറ്റാണ്? വേണമെങ്കിൽ കേരള ആംബുലൻസിൽ ഒന്ന് വിളിച്ചു ചോദിച്ചു. ഇപ്പം ഒരു പുതിയ സാധനം വന്നിട്ടുണ്ട്, 5000 രൂപയാണ്. 2 ടയർ പോലൊക്കെ ഇരിക്കും, ഗോൾഡൻ കളറും ഒക്കെ. എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? 6.25 അടി. വീതി എത്രയാണ്? 2 അടി. കണക്കറിയാൻ തരം എത്ര സ്ക്വയർ ഫീറ്റാണ്? ആണ്ട് ആർക്കിടെക്റ്റ് പറഞ്ഞാട്ട് പോട്ട് ശവപ്പെട്ടി അതുപോലും ഒരു കറക്റ്റ് റെക്റ്റാങ്കിൾ അല്ല, അതിനെ കൂടെ എന്ത് കാലിൻ്റെ അവിടെ വരുമ്പം ഇങ്ങനെ ആവും. ഒരു ശവപ്പെട്ടി എത്ര സ്ക്വയർ ഫീറ്റാ? പേടിയായി. ഞായറാഴ്ച രാവിലെ ഒരു നല്ല പ്രസംഗം കേൾക്കാൻ വന്നപ്പം ഇയാളെ ശവപ്പെട്ടിയുടെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ആഴ്ച ഞാൻ പഴഞ്ഞിയിലൊരു ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് പോയി. അവിടെ വന്നപ്പോൾ ഒരു ദേവദാസം പറഞ്ഞൊരു ഭാഗം എന്നെ ചിന്തിപ്പിച്ചു. അതേ പറഞ്ഞു, ഈ പറഞ്ഞ പോലെ നമ്മൾ ഭൂമിയിൽ പലതും വാങ്ങിച്ചു കൂട്ടും. വീട് വാങ്ങിച്ചു കൂട്ടും, കാർ വാങ്ങിച്ചു കൂട്ടും, നിലം മേടിച്ചു കൂട്ടും, തോട്ടം മേടിച്ചു കൂട്ടും, വീട്ടിൽ ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാം മേടിച്ചു കൂട്ടും. പക്ഷെ അതിൽ പലതും നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ല, അത്യാവശ്യം ഒട്ടുമില്ല അല്ലേ? ചിലതൊക്കെ അനാവശ്യമാണ്. പക്ഷെ ആവശ്യമുള്ളത് എല്ലാവർക്കും ഒടുവിൽ ആവശ്യം വരും. ഏതാണ്? ശവപ്പെട്ടി. ഇന്ന് വരെ ഒരുത്തിനും ഒരു ശവപ്പെട്ടി മേടിച്ച് വെച്ചിട്ടില്ല അവന് വേണ്ടി. ഇന്നോട്ടൊന്ന് ചിന്തിക്കുന്ന കൊള്ളാം. നിങ്ങൾ ശവപ്പെട്ടിക്കകത്ത് കിടക്കാൻ നേരത്ത് ഇടാനുള്ള ഉടുപ്പും സാരിയും എടുത്തെടുത്ത് മരുമോളെ ബോധിപ്പിച്ച് വെച്ചിട്ടില്ലേ അലമാരയ്ക്കകത്ത്? അതുപോലെ ഒരു പെട്ടിയും കൂടെ മേടിച്ച് ആ താഴെ ലോഫ്റ്റിലെങ്ങാനും കയറ്റി വയ്ക്കാൻ, അല്ലെങ്കിൽ ആ കാർ ഷെട്ടിൻ്റെ ബാക്കിലെങ്ങാനും ഒന്നും കവർ ചെയ്തിട്ടേക്കണം, പേടിച്ചു പോരുത് കാര്യം. നല്ലൊരു ഐഡിയ ആണ് സത്യം പറഞ്ഞാൽ. ഇതൊക്കെ നിങ്ങൾ കത്ത് പോകുമ്പോൾ പിന്നെ പെട്ടി വാങ്ങിക്കാൻ ഞാനും കൂടെ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ പോകുന്നത് അല്ലേ? എന്തിനാ അതിനേക്കാളൊരു പെട്ടി. ഞാൻ പെട്ടി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് വീട്ടിൽ. കാർ ഷെട്ടിൻ്റെ പുറയിൽ ചാക്കിട്ട് മൂടി വെച്ചിട്ടുണ്ട് ഒരു പെട്ടി പിടിച്ച് വെച്ചാൽ എന്താ പ്രശ്നം? പക്ഷെ ഒന്നാലോചിച്ച് നോക്ക്, ഏതിലേ പോയാലും അവസാനം അത്യാവശ്യമാണ് പെട്ടി. അപ്പം അത്യാവശ്യമുള്ള പെട്ടി നമ്മൾ മേടിക്കുന്നില്ല, ആവശ്യമില്ലാത്ത സകല പെട്ടിയും മേടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? ആവശ്യമില്ലാത്ത പെട്ടിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ആവശ്യമുള്ള പെട്ടി മേടിക്കാൻ പ്രിയപ്പെട്ടത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങളും ചിന്തിക്കുന്നുണ്ട്. അപ്പം എത്ര വലിയ സ്ക്വയർ ഫീറ്റിൽ നമ്മൾ താമസിച്ചാലും അവസാനം പോകുന്നത്, ഇനി നിങ്ങൾ എത്ര വലിയ കാറിൽ പോയാലും നിങ്ങളെ അവസാനം കൊണ്ടുപോകുന്നത് ആ ടെമ്പോ ട്രാവലറിലും ആ ഈക്കോയിലുമാണ് കൊണ്ടുപോകുന്നത്. കാര്യം പിടി കിട്ടിയില്ലല്ലേ? ആലോചിച്ച് നോക്കി. അവസാനം പോകുന്ന നമ്മുടെ അവസാനത്തെ വാഹനം ഏതാ? ആ തള്ളി സ്റ്റാർട്ടാക്കുന്ന ടെമ്പോ ട്രാവലർ അതിലാണ്. പിന്നെ ചിലയിടത്തൊക്കെ വലിയ ഫുൾ ഗ്ലാസ് ഇട്ട സാധനമൊക്കെ ഉണ്ട്. തിരുവനന്തപുരത്ത് അത് ഒത്തിരി അങ്ങോട്ട് വന്നില്ല. അതും വരാത്തിൽ ഒത്തിരി പേർക്ക് സങ്കടമുണ്ട്. അതൊന്ന് വന്നിരുന്നെങ്കിൽ 4 പേരെ കാണിച്ചൊന്ന് പോകായിരുന്നു. ആര് കാണാനാ? നിങ്ങൾ ആ പെട്ടിക്കകത്ത് കയറി കിടന്ന് ആ വണ്ടിക്കകത്ത് ഇങ്ങനെ പോയ ആര് ചത്തു? ട്രാഫിക് ബ്ലോക്കിൻ്റെ ഇടയിൽ ഇനി അല്ലേ? ഈ കാലമൊക്കെ പോയെന്നേ. ലെറ്റ് us കം ടു ദ റിയാലിറ്റി. യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് വരാം. എവിടെ നിന്നാണ് ഞാൻ പോയത്? ഞാൻ ഒരു പോക്ക് പോയി. ഓക്കെ, സക്കായി നിന്നാണ് പോയത്. തിരിച്ച് നമുക്ക് സക്കായിലേക്ക് വരാം. സക്കായി എന്നാലും മരത്തിൽ നിന്ന് ഇറങ്ങി താഴെ വന്ന് വീട്ടിൽ ചെന്ന് യേശുവിനോട് പറയാം, എനിക്കുള്ള സകലത്തിൽ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടോ അതിൽ അവിടാണ് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടോ അതിലൊക്കെ പകുതി. എൻ്റെ ബാങ്കിൽ എത്ര FD കിടപ്പുണ്ടോ അതിൻ്റെയൊക്കെ പകുതി. എൻ്റെ സ്വർണം എല്ലാം കൂടെ, എൻ്റെ ഭാര്യയുടെയും മക്കളുടെ എല്ലാം കൂടെ തൂക്കിയെടുത്ത് അതിൻ്റെയൊക്കെ പകുതി. പിന്നെന്തൊക്കെയുണ്ട്? വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ന്. ആരാണ് പാർട്ടി? ചുങ്കക്കാരൻ. അന്ന് സമൂഹം ഏറ്റവും വെറുത്തിരുന്ന പാർട്ടിയാ.
ഇയാൾ ചതിവായിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കും. അയ്യോ, ഇങ്ങോട്ട് ചതിവായിട്ട് എടുത്ത് കൊടുത്താൽ പോരെ? അവിടാണ് ശരിയായ മാനസാന്തരം. എന്താണ് 4 മടങ്ങ്? സത്യം, ഇയാളെ ആരെങ്കിലും തട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവർ രക്ഷപ്പെട്ടു. കാര്യം അവർക്ക് അടുത്ത ദിവസം എന്ത് വരും? ഒരു 10,000 രൂപ ഇയാൾ അധികം തട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എത്ര രൂപ വരാൻ പോകുന്നത്? 40,000 രൂപ. ദൈവമേ, ഇയാൾക്കുറിച്ച് അല്ലേ? ഇയാളെ നമ്മളെ ഒന്ന് തട്ടിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കാര്യം 4 ഇരട്ടി വന്നേനെ, 4 ഇരട്ടി. അടുത്തത്, യേശു അവനോട്, ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. കണ്ടോ, ആ വീടിന്റെ രക്ഷ വന്നു. എപ്പോഴാ വന്നത്? കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച്, ഹൃദയം കൊണ്ട് സ്വീകരിച്ച്, വായി കൊണ്ട് ഏറ്റു പറഞ്ഞപ്പോൾ രക്ഷ വന്നു. പക്ഷെ ഇവിടെ എപ്പോഴാ യേശു പറഞ്ഞിരിക്കുന്നത്? ഈ വീടിന് രക്ഷ വന്നു. എപ്പോഴാ രക്ഷ വന്നേ? എപ്പോഴാ രക്ഷ വന്നേ? പാവങ്ങളേറ്റു പറഞ്ഞപ്പോഴൊന്നുമല്ല. അവിടെ എഴുതിന്ന് വായിക്കുക. എല്ലാവരും അങ്ങ് പെട്ടെന്നങ്ങ് ചിലത് കൊടുത്തപ്പോൾ രക്ഷ വന്നു. അങ്ങനെയാണെങ്കിൽ ശരിക്കും രക്ഷിക്കപ്പെട്ടവരൊന്ന് കൈപോക്കിക്കേ. ഇത് വർഷാവസാനമായിട്ട് അതൊക്കെ പറയുന്നത് അല്ലേ? നമ്മൾ ഈ ഹൃദയം കൊണ്ട് വിശ്വസിക്കും, വായു കൊണ്ട് ഏറ്റു പറയും, സ്തോത്രം, അത് ശരിയാണ്. പക്ഷെ ഈ കോണ്ടെക്സ്റ്റിൽ യേശു പറയുന്ന ഈ വീടിന് രക്ഷ വന്ന എപ്പോഴാ? കൊടുത്തപ്പോൾ. എനിക്കുള്ളതിൻ്റെ പകുതി അങ്ങ് ഞാൻ കൊടുത്തേക്കാം, ചതിവാട്ട് മേടിച്ചതൊക്കെ 4 ഇരട്ടി കൊടുത്തേക്കാം. ഇനി ഇത് നോക്കിയേ, നേരത്തെ യോഹന്നാൻ സ്നാപകം പറഞ്ഞ് എത്ര കൊടുക്കണമെന്ന്? 50%. ഇവിടെ ഇദ്ദേഹവും പറയുന്നു 50% ഞാൻ കൊടുത്തേക്കാം. ഇനി യേശു ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞ് എത്ര കൊടുക്കണമെന്ന്. അത് എത്രയെന്നറിയാമോ? അത് 18-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിലാണ്. ലൂക്കോസ് 18:22. ഇവയൊക്കെ ഞാൻ ചെറുപ്പം മുതൽ കാത്തുകൊണ്ടിരിക്കുന്നു. അവരോട് ചോദിച്ചേ, സംഗതി ഒക്കെ അറിയാലല്ലേ? അറിയാല്ല. ഉടനെ പയ്യൻ പറയാ, ഇത് ഞാൻ ചെറുപ്പം തൊട്ട് സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് ഞാൻ പാലിക്കുന്ന വചനങ്ങളല്ലേ. അടുത്തത് പറഞ്ഞത് കേട്ടിട്ട് യേശു, ഇനി ഒരു കുറവ് നിനക്കുണ്ട്. അതൊക്കെ കൊള്ളാം. നീ സൺഡേ സ്കൂൾ പഠിച്ചിട്ടുണ്ടോ, ബൈബിളിൽ പോയിട്ടുണ്ടോ, ഏത് പള്ളിയിലാ പോകുന്നത്, അതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ ഒരു കുറവുണ്ട്. എന്താണ് ആ കുറവ്? നിനക്കുള്ളതൊക്കെയും വിറ്റ്. നിനക്കുള്ളത് ഒക്കെയും വിറ്റ്. 50% എന്നല്ലേ ഇപ്പം പറഞ്ഞേ? ഇതെപ്പോഴായി 50-ൽ നിന്ന് 100-ലോട്ട് കയറിയേ? ഇതാണ് യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ കുഴപ്പം. 50 കൊണ്ടൊക്കെ ഒരു പരുവത്തി, നമ്മൾ 10 കൊണ്ട് രക്ഷപ്പെട്ട് നിൽക്കുകയായിരുന്നു. പക്ഷെ അതിപ്പം വന്നപ്പോൾ ഇന്ന് 50 കേട്ടു. ഇതാണ്ട് ഇപ്പം എവിടെ പോയി? 100ആയി, 100%. നിനക്കുള്ളതൊക്കെയും അടുത്തത് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുക്കുക. ആർക്ക് കൊടുക്കണം? ദരിദ്രന്മാർ. ഇനി അവരെവിടെ പോയി കണ്ടുപിടിക്കും? ദരിദ്രന്മാർക്ക് പകുത്ത് അങ്ങ് കൊടുക്കണം. എന്നിട്ട് എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. കേട്ടോ, അതിൻ്റെ അർത്ഥം നിനക്ക് ഇവിടെ ഒരു നിക്ഷേപവും ഞാൻ ഗ്യാരണ്ടി പറയുന്നില്ല, സ്വർഗത്തിൽ നിക്ഷേപമുണ്ട്. ഇന്ന് ഇതാണ് മറ്റൊരു ചതി. ഇന്ന് സഭയിലൊക്കെ പഠിപ്പിക്കുന്നത് എന്ത് ചെയ്യും? കൊടുത്താൽ കിട്ടും. അങ്ങനെ ചില പാട്ടുകളൊക്കെ ഉണ്ട്. എന്ത് അല്ലേ, കൊടുത്താൽ കിട്ടും എന്നൊക്കെ പറഞ്ഞ് പാട്ടുമൊക്കെ പഠിപ്പിച്ച് ഈ പറഞ്ഞാൽ കൊടുപ്പിക്കുക. പക്ഷെ കൊടുക്കുമ്പോൾ നിങ്ങൾക്കല്ലേ ഇവിടെ തന്നെ കിട്ടുമെന്നായി പറഞ്ഞ് പഠിപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ യേശു പറയുക, നീ ഇവിടെ കൊടുത്താൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം. അപ്പോൾ അടുത്ത ചോദ്യം, സ്വർഗത്തിൽ ആർക്ക് നിക്ഷേപം വേണേ? എങ്ങനെയൊന്ന് പോയി കിട്ടിയാൽ മതി അങ്ങോട്ടല്ലേ, അല്ലാതെ അവിടെ പോയി നിക്ഷേപമൊന്നും വേണ്ട. കാരണം നമ്മൾ ഈ അവിടുത്തെ നിക്ഷേപത്തെ പറ്റി ഒത്തിരി ചിന്തിക്കാത്ത കാര്യം എന്താണെന്നറിയാം, പോകുന്നതന്നെ വലിയ ഉറപ്പില്ല. അതുകൊണ്ടാണ് ഈ പോകുന്ന ഉറപ്പുള്ളവനല്ലേ അവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നിക്ഷേപിക്കാനൊരു മനസ്സുള്ളത്. ഇതെങ്ങനെയും പോയി കിട്ടാൻ വേണ്ടി ഏതെങ്കിലും വകയിൽ ഈ പറഞ്ഞാൽ ഓൾ പാസ്സെങ്കിലും പറഞ്ഞാൽ അങ്ങ് കയറ്റി വിടുമെന്ന് പറഞ്ഞായിരിക്കുന്നത്. അവിടെ ഈ പറഞ്ഞാൽ മോഡറേഷനും ഓൾ പാസും ഗ്രേസ് മാർക്കും ഒന്നുമില്ല. സ്വർഗരാജ്യത്ത് കിടക്കുന്നത് യേശുവിൻ എന്താ പറഞ്ഞത്? വലിയ പാടാ. അതും ചിലർ കിടക്കുന്നത് എങ്ങനെയാ? അപ്പം അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപം ഉണ്ടാവണമെങ്കിൽ ഇവിടെ വെച്ച് നമുക്കുള്ളത് പകുത്ത് ആർക്ക് കൊടുക്കണം? എൻ്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാം എഴുതി വെച്ചിട്ട് പോകണമെന്നല്ല എഴുതിയിരിക്കുന്നത്. ആർക്കാണ്? ഇന്നത്തെ പ്രശ്നം, പണ്ടൊരു ഈ മാർവാടി, അയാൾക്ക് ഇട്ടുമൂടാൻ സ്വത്തുണ്ട്. അയാളൊരിക്കൽ തൻ്റെ അക്കൗണ്ടിനെ വിളിച്ചു, ഓഡിറ്ററിനെ വിളിച്ചു, ഇങ്ങോട്ട് വാ, എനിക്കുള്ള സ്വത്തെല്ലാം കൊണ്ടൊന്ന് പെട്ടെന്ന് കണക്ക് കൂട്ടിയിട്ട് അത് എത്ര തലമുറയ്ക്കുണ്ടെന്ന് നോക്കിയേ. അവിടെ അയാളെല്ലാം കൂടെ കൂട്ടി നോക്കി ചെന്ന് പറഞ്ഞ്, സാറേ ഞാനെല്ലാം നോക്കി, സാറിൻ്റെ മൊത്തം സ്വത്തും ആസ്തിയും എല്ലാം കൊടുത്തപ്പം സാറിൻ്റെ ഒരു 21 തലമുറയ്ക്ക് കഴിക്കാനുള്ളത് സാറിപ്പം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. നെഞ്ചത്ത് ഒറ്റ ഇടി. അപ്പം എൻ്റെ 22-ാം തലമുറ എന്തു ചെയ്യും?
ഇതാണ് ഇന്നത്തെ പ്രശ്നം. നമുക്ക് ഈ ഭൂമിയിൽ ദൈവം തരുന്നത് പകുത്ത ദരിദ്രർക്ക് കൊടുത്തിട്ട് പോയെങ്കിലേ അവിടെ നിക്ഷേപമുള്ളൂ. ആരണ്ടൊക്കെ അറിയാതെ കൈയൊക്കെ പൊക്കി ആമേൻ പറയുന്നു. ആമേൻ ആർക്കും പറയാം, വലിയ ചിലവുള്ള കാര്യമല്ല ആമേൻ പറയുന്നത്, അല്ലേ? സത്യമാണ്. എന്ത് കറക്റ്റായിട്ടാണ് ബൈബിൾ പറയുന്നത്. അവിടെ നിക്ഷേപം വേണോ? ഇവിടെ നമ്മളൊന്നും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കത്തില്ല. അപ്പം ഇവിടെ നോക്കി 100% കൊടുക്കണമെന്നാണ് യേശു പറഞ്ഞത്. എന്നിട്ട് അവനോട് ഒരു കാര്യം കൂടെ പറഞ്ഞു, എന്ത് ചെയ്യണം? എന്നിട്ട് പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഇന്ന് നമ്മളൊക്കെ പാട്ടും പാടിക്കൊണ്ടിരിക്കുക, അനുഗമിക്കും ഞാൻ അന്ത്യം വരെ, സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു. അതായത് അനുഗമിക്കുന്നു എന്നാണ് ഈ പാടുന്നത്. പക്ഷെ കർത്താവ് പറയും, വരാൻ വരട്ട്, പോയി വിറ്റ് കൊടുത്തേച്ച് വന്നിട്ട് അനുഗമിക്കും. ഇന്ന് എത്ര പേരുണ്ട് നമുക്കുള്ളത് പാവങ്ങൾക്ക് കൊടുത്തിട്ട് അവൻ്റെ പുറകെ പോകുന്നത്? ഇത് നമ്മൾ സിയോൻ യാത്ര എന്നൊക്കെ വിളിക്കും. ഈ യാത്രയിൽ നമ്മളെ ക്വാളിഫൈ ചെയ്യുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഭാരങ്ങൾ കൂടുന്നതിന് ഒന്നും വേണ്ട യാത്രയിൽ. അതാണ് ഇന്ത്യൻ റെയിൽവേ പറഞ്ഞത്, ലെസ് ലഗേജ് മോർ കംഫർട്ട്. ഇന്നത്തെ നമ്മുടെ പ്രശ്നം എന്താ? മോർ ലഗേജ് ആൻഡ് ലെസ് കംഫർട്ട്, അല്ലേ? അവിടെ ഭാരങ്ങൾ കൂടുതലിന് യാത്രയിൽ ഒന്നും വേണ്ട, അല്പം ആഹാരം വിശക്കുമ്പോൾ കഴിക്കണം, അല്ലേ? അല്ലെ ഗ്യാസ് കയറും. അടുത്തത് എന്താണ്? ദാഹിക്കും, സ്വല്പം വെള്ളം. അടുത്തത് ആകെ അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്ക് സ്തോത്രം, വേഗം ഞാൻ നിന്നെ കാണും. ഓ, സത്യം പറഞ്ഞാൽ ആ വരികൾ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ രോമമൊക്കെ എഴുന്നേറ്റിരിക്കുന്നു. ഇനി പ്രസംഗം വേണോ? ഒരു ഭക്തനെ സംബന്ധിച്ചോളം, അല്ലേ, അവൻ്റെ പ്രത്യാശ എന്ന് പറഞ്ഞാൽ നിത്യതയാണ്. കർത്താവിനെ കാണും, കർത്താവിനോടൊപ്പം ആയിരിക്കും. ഇനി ഞാൻ അവിടെ ആയിരിക്കും, ഇവിടെ അല്ല എന്നുള്ള ആ ഒരൊറ്റ ചിന്ത മതി. നമ്മൾ ഇവിടെയുള്ള പിന്നെ ഒരു കാര്യങ്ങളും നമ്മളെ അലട്ടത്തില്ല പ്രിയപ്പെട്ടവരെ, നമ്മളെ അലട്ടത്തില്ല. ഞാനൊരു പ്രത്യേക സാഹചര്യത്തിൽ രാത്രി പഴയ പാട്ട് പുസ്തകം എടുത്തിട്ട് പഴയ ചില പാട്ടുകളൊന്ന് നോക്കേണ്ടി വന്നു. അതിൽ ചില പാട്ടുകൾ ആരുടെയാണെന്നൊന്ന് ചെക്ക് ചെയ്തപ്പോൾ അതിൽ ഏതോ ഒരു പാട്ട് എടുത്തപ്പം ആ പാട്ട് അറിയാതെ പാടിയപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ആ പാട്ട് പാടി തീർക്കാൻ കഴിയില്ല, അറിയാതെ കരഞ്ഞുപോയി. എൻ്റെ പിതാവിൻ്റെ ഒരു സ്നേഹിതൻ പി മാത്യു എന്നൊരു ദേവദാസനുണ്ടായിരുന്നു ഒറ്റപ്പാലത്ത്. അദ്ദേഹം എഴുതിയൊരു പാട്ടാണ്. അദ്ദേഹം പാടുന്ന ഏതായിരുന്നു? ഭക്തന്മാർക്ക് ഈ പാരിടം യോഗ്യമല്ല, ഞാൻ അപ്പുറം കാണുന്നു, അപ്പുരേ ഞാൻ കാണുന്നു, ലക്ഷ്യമെല്ലാം കാണുന്നേ മൽപ്രിയ മണവാളനെ, എന്നുമേഹേ വന്നിടുമോ പൊന്മുഖം ഞാൻ മൊത്തിയിടും. അല്ലെ, പഴയ ഭക്തന്മാർക്കൊക്കെ കർത്താവ് നീ എന്ന് വരും, അല്ലെ എന്നെ എപ്പം നീ അങ്ങോട്ട് വിളിക്കും, എനിക്ക് നിന്നെ ഒന്ന് കാണാം, പൊന്മുഖം ഒന്ന് കണ്ട് എനിക്കൊന്ന് മുത്തണം. ഇതൊക്കെയായിരുന്നു ഭക്തന്മാരുടെ ഇത്. അപ്പം അങ്ങനെയുള്ള ആ കർത്താവിനെ കാണാൻ കാത്തിരുന്ന ഭക്തന്മാർക്ക് അവരറിയാം, ഇതൊന്നും എനിക്ക്, ഈ ഭൂമിയിലുള്ളതൊന്നും എനിക്ക് കാര്യമല്ല. പക്ഷെ ഇന്നത്തെ ഭക്തന്മാർക്ക് എല്ലാം ഈ ഭൂമിയിലേതാണ് വലിയ കാര്യം, അല്ലേ? അവിടെ നമുക്ക് ഈ പ്രിയനെ കാണണമെന്നോ അതൊന്നും നമ്മുടെ അജണ്ട പോലും ഇല്ല. നമ്മൾ ഇവിടെ എന്തൊക്കെയോ ആയിത്തീരാനും വെട്ടിപ്പിടിക്കാനൊക്കെയാണ് നമ്മൾ ഈ കിടന്ന് ഓടുന്നത്. ശരി, നമുക്ക് 1-ാം നൂറ്റാണ്ടിലെ സഭയിലെ അന്നത്തെ വിശ്വാസികൾ, പ്രത്യേകിച്ച് അന്നത്തെ ശിഷ്യന്മാർ, വിശ്വാസികൾ എന്നുള്ള പദം ഞാൻ സാറിന് ഉപയോഗിക്കാറില്ല, ശിഷ്യന്മാർ, അവരുടെ അനുഭവങ്ങൾ എന്താണെന്ന് നോക്കിയേ. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 4-ാം വാക്യം, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു അല്ലെങ്കിൽ ആത്മസ്നാനം പ്രാപിച്ചതിൻ്റെ അടയാളം എന്താ? ഇന്ന് വലിയ തർക്കമാണ് ക്രിസ്തീയ സഭയിൽ. എന്താണ് പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ചു അല്ലെങ്കിൽ ആത്മാവിനെ പ്രാപിച്ചു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷവും പ്രകടവുമായ ലക്ഷണം എന്താ? ഇതൊരു വലിയ തിയോളജിക്കൽ ഡിബേറ്റുള്ള വിഷയമാണ്. ഓക്കെ, എന്താണ്? എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. കണ്ടോ? അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു എന്നുള്ളതിന്റെ ലക്ഷണം എന്താണ്? അന്യഭാഷ പറഞ്ഞു, അല്ലേ? അന്യഭാഷ പറഞ്ഞു. ഇവിടെ ഇപ്പം ഞാൻ പറയാം, അന്യഭാഷ പറയാത്തത്ര പേരുണ്ട്. ഇന്ന് നമുക്കത് പറഞ്ഞ് പ്രാപിച്ചിട്ട് വേണം പോകാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ തലയുടെ തുണിയൊക്കെ ഇട്ട് നേരെ ഇരിക്കും. കാര്യം, അയ്യോ എന്തൊക്കെയൊന്ന് സംഭവിക്കാൻ പോകുന്നു. അപ്പോൾ നിങ്ങൾക്കെല്ലാം പരിശുദ്ധാത്മാവിനെ വേണം.
പക്ഷേ പരിശുദ്ധാത്മാവ് വന്നെന്നുള്ളതിൻ്റെ അടയാളം അന്യഭാഷ പറഞ്ഞെന്ന് മാത്രമല്ല. 45 വാക്യം കൂടെ വായിച്ചേ. സകലവും പൊതുവകയെന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയ പരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. ഇത്രയും സംഭവിക്കുമ്പോഴാണ് അഭിഷേകം പ്രാപിച്ചെന്നുള്ളത് ഉറപ്പാകുന്നത്. ഇന്ന് നമ്മുടെ പ്രശ്നം ആദ്യത്തെ 4ാമത്തെ വാക്യം എടുത്തിട്ട് അന്യഭാഷ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അഭിഷേകം പ്രാപിച്ചു. ഞാൻ പറയും അഭിഷേകം പ്രാപിച്ച് തുടങ്ങി. അത് പൂർത്തീകരിക്കണമെങ്കിൽ എന്താണ്? സകലവും പൊതുവകയെന്നെണ്ണി അവനവൻ്റേതൊന്നും ആരും ഒന്നും പറയുന്നില്ല. ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്തു? പങ്കിട്ട് കൊടുത്തു. അല്ലേ? അവിടെ ഒരു ഷെയറിങ് ഉണ്ടായിരുന്നു, ഒരു പങ്കുവയ്ക്കലുണ്ടായിരുന്നു. ആ പങ്കുവയ്ക്കലായിരുന്നു ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു പ്രത്യക്ഷ ലക്ഷണമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ആമേൻ പറയൂ. പറയണ്ട, പേടിക്കണ്ട. ആമേൻ പറഞ്ഞാൽ വാക്കിനാൽ നീ പിടിക്കപ്പെടും. കാര്യം ആമേൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ശരിയെന്നല്ല പറഞ്ഞ്, ശരിയെന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യണം? ചെയ്യണ്ടേ? അല്ലേ? പൊതുവകയെന്ന് എണ്ണാൻ പറ്റുമോ? ആലോചിച്ച് നോക്കിയേ. ഒരു വലിയൊരു പ്ലേറ്റ്, ഒരു വലിയ തട്ടോ ബേസിന് എന്തെങ്കിലും കൊണ്ടുവന്ന് എന്നിട്ടൊന്ന് സ്തോത്രാഴ്ച പോലെ ഒന്ന് പാസ് ചെയ്യണം. എല്ലാവരുടെയും കാറിൻ്റെ കീ അതിനകത്ത് ഇടണം. എന്നിട്ട് മുന്നോട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങളിവിടെ കൊണ്ട് അപ്പുറത്ത് പാർക്കിരിക്കുന്ന കാറെല്ലാം പൊതുവകയെന്ന് എണ്ണി. ഇനി എന്താണ്? അവനവൻ്റെ കാർ എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. പകരം എന്ത് ചെയ്യണം? ആവശ്യമുള്ളവർക്ക് എടുത്തുകൊണ്ട് പോകാം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ശരി. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വില പിടിപ്പുള്ള എന്തെങ്കിലും സാധനം എല്ലാം കൂടെ കളക്ട് ചെയ്തു, അത് ആവശ്യമുള്ളവർക്ക് കൊടുത്താൽ അതെങ്ങനെ ഇരിക്കും? താങ്ക് യു മോളെ, അതുകൊണ്ട് അവളൊരു വെള്ളമെങ്കിലും കൊടുത്താന്നു. ദൈവമേ, നിനക്ക് സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ട് കുഞ്ഞെ. ഒരു പാത്രം വെള്ളം കൊടുത്താലും പ്രതിഫലം ഉണ്ടെന്നല്ലേ? അവളെ കൊടുത്തു തുടങ്ങി കേട്ടോ. നിങ്ങളൊക്കെ ഇനി വീട്ടിൽ പോയിട്ട് ചെയ്യാതിരിക്കുക. അവളൊരു വെള്ളം എടുത്തുകൊണ്ട് കൊടുത്തു തുടങ്ങി. തമിഴ്നാട്ടിൽ വെല്ലൂർ എന്നൊരു സ്ഥലമുണ്ട്, അറിയാമല്ലോ. നമ്മുടെ വെല്ലൂർ അറിയാത്ത ആരുമില്ല. അവിടെ വെല്ലൂരുള്ള ചിലരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അവിടെ സയൻ പെൻറ്റക്കോസ്റ്റൽ ചർച്ച് എന്ന് പറഞ്ഞൊരു ചർച്ചുണ്ട്. ഇപ്പോൾ ആ ഫ്ലൈ ഓവറിൻ്റെ താഴെ വലിയ ചർച്ച് ബിൽഡിംഗ് ഒക്കെയാണ്. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് അതൊരു ഓലപ്പരയായിരുന്നു. ആ ചർച്ച് സ്റ്റാർട്ട് ചെയ്തത് പാസ്റ്റർ നല്ലയ്യ എന്ന് പറഞ്ഞൊരു പ്രായമുള്ള ചെറുപ്പക്കാരൻ്റെ ഒരു മനുഷ്യനായിരുന്നു. അന്ന് അതെൻ്റെ പിതാവിൻ്റെ നല്ല സ്നേഹിതനായിരുന്നു. എൻ്റെ പിതാവിൻ്റെ കൂടെ കർത്താവിൻ്റെ വേലയിൽ കുറേ നാളായിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഈ സഭ തുടങ്ങിയപ്പം അത് അന്നത്തെ കാലത്ത് പതുക്കെ വളർന്നു വലുതാൻ തുടങ്ങി. അപ്പോൾ ആ സഭയിലൊരു പതിവില്ലാത്തൊരു ശീലം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ശീലം എന്നറിയാം? സ്തോത്രകാഴ്ച എടുക്കുമ്പം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സ്തോത്രകാഴ്ച അർപ്പിക്കും. അതായത് എല്ലാവരും കർത്താവിന് വേണ്ടി കൊടുക്കാൻ കൊണ്ടുവന്ന പണം എടുത്ത് ആ തട്ടിലിടും. അപ്പോൾ ഒരു പാത്രം ഇങ്ങനെ ഒന്ന് ഷെയർ ചെയ്യും. അപ്പോൾ അതിങ്ങനെ ഷെയർ ചെയ്യുമ്പം എല്ലാവരും എന്ത് ചെയ്യും? പൈസ എടുത്ത് ആ പാത്രത്തിൽ വിടും. അപ്പോൾ അതിങ്ങനെ പാസ് ചെയ്ത് പോകും. അപ്പോൾ ഈ പാത്രം പാസ് ചെയ്യുന്നതിന് മുമ്പ് അവിടെ ഒരു അനൗൺസ്മെൻറ്റ് ഇദ്ദേഹം ചെയ്യും. എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? തമിഴിലാണ് പറയുന്നത്. അതായത്, இப்பொழுது நம்ம கர்த்தருக்கு நம்ம தசாம்பாகங்களையும் ஸ்தோத்திர காணிக்கையும் செலுத்த போகிறோம். ஓகே, அந்த தட்டு உங்களிடம் வரும்போது ஓகே, நீங்கள் கொண்டு வந்த காணிக்கை அதில் செலுத்தலாம். ஒரு வேளை திருப்பி போக உங்களுக்கு பஸ்ஸுக்கு டிக்கெட் காசு இல்லாட்டா, நாளைக்கு பையனுக்கு பொண்ணுக்கு ஃபீஸ் கொடுக்க முடியாட்டா, வீட்டு வாடகை கட்டாட்டா, അതിലേന്ന് എടുത്തുക്കിടുங்க. നാളെ പിള്ളേർക്ക് ഫീസ് കൊടുക്കാൻ കാശില്ലെങ്കിൽ, ഈ മാസം വാടക കൊടുക്കാൻ പൈസ ഇല്ലെങ്കിൽ, തിരിച്ചു പോകാൻ വണ്ടിക്കൂലി ഇല്ലെങ്കിൽ, ആ വരുന്ന തട്ടിൽ നിന്ന് നിങ്ങൾക്ക് പൈസ എടുക്കാം. ഞാൻ ചിലപ്പം ചിന്തിക്കും, ഇത് പറയാൻ തൻ്റെ ഇടമുള്ള പാസ്റ്റർമാരുണ്ടോ? നമ്മളല്ലേ സ്തോത്രാഴ്ച പാത്രം നിങ്ങളുടെ മുമ്പിൽ വരുമ്പം നിങ്ങൾ ഇടണമെന്നാണ് പറയുന്നത്. ആ പാസ്റ്റർ മാത്രം പറയുമായിരുന്നു, അതിൽ നിന്ന് ആവശ്യമുള്ളത് എടുക്കാം. അല്ലേ? അതൊരു വല്ലാത്തൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു അനൗൺസ്മെൻ്റാണ്. ദൈവം വിശ്വസ്തൻ. ആ ഓലപ്പരയൊക്കെ മാറി ഇന്നതൊരു വലിയൊരു ഒരു ലാൻഡ്മാർക്കായിട്ട് അവിടെ നിൽക്കുന്ന ആ ചർച്ച്. ഇന്നത്തെ എൻ്റെ അവസ്ഥ എനിക്കറിയത്തില്ല. അദ്ദേഹം കല്യാണം കഴിക്കാത്തൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലശേഷം പിന്നീട് ആ സഭ നടത്തുന്ന പാസ്റ്ററെ എനിക്കറിയാമായിരുന്നു, ഞാൻ പരിചയപ്പെട്ടിരിക്കുക. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ദാറ്റ് വാസ് ന്യൂ ടെസ്റ്റ്മെന്റ് ക്രിസ്ത്യാനിറ്റി. പുതിയ നിയമ ക്രിസ്ത്യാനിത്വം അതായിരുന്നു, അല്ലേ? എല്ലാം കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് കളക്ട് ചെയ്ത് അങ്ങ് ബാങ്കിൽ കൊണ്ടിടാനല്ല ശരിക്കും പറഞ്ഞാൽ ദൈവം പറഞ്ഞത്. എന്താണ്? നിങ്ങളിൽ ആവശ്യമുള്ളവർക്കത് പങ്കിട്ട് കൊടുക്കണം.
ഞാനീ പറയുന്നത് ഒരു വല്ലാത്തൊരു കുഴപ്പം പിടിച്ച സ്റ്റേറ്റ്മെൻ്റാണ് ഈ പറയുന്നത്. പക്ഷേ ദാറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. അതാണ് ദൈവവചനം. അപ്പം ഇനി പറഞ്ഞേ, പരിശുദ്ധാത്മാവശം പ്രാപിച്ച എത്ര പേരുണ്ട്? അതിന് അന്യഭാഷ പറയുന്നു എന്നുള്ളതല്ല കാര്യം. അതിൻ്റെ കൂടെ നമുക്കുള്ളത് പങ്കുവെച്ചു കൊടുക്കാൻ തയ്യാറാണോ? അപ്പോസ്തലനായ പൗലോസ് ഒരു സഭയ്ക്ക് എഴുതുമ്പം, ഒരു സഭയെപ്പറ്റി പറയുമ്പം 2 കൊരിന്ത്യർ 8-ാം അധ്യായം 1 മുതൽ 3 വരെ, 2 Corinthians chapter 8, 1-3, 2 കൊരിന്ത്യർ 8-ാം അധ്യായം 1 മുതൽ 3 വരെ. സഹോദരന്മാരെ, മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. മക്കദോന്യയിലെ സഭയ്ക്ക് അവർക്കൊരു ദൈവകൃപ ലഭിച്ചു. അതെന്താണ് ദൈവകൃപ എന്ന് പൗലോസ് പറയുക? കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നു. കണ്ടോ, ആ സഭയ്ക്ക് എന്തുണ്ടായിരുന്നു? അവര് കഷ്ടത എന്ന കഠിന ശോധനയായിരുന്നു ആ സഭ. അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി. ഇതെങ്ങനെയാ അത് ചേരുന്നത്? അവർക്ക് എന്തുണ്ടായിരുന്നു? അല്ലല്ല, സന്തോഷ സമൃദ്ധി. നമുക്കൊക്കെ സന്തോഷം പോലും ഇല്ല മിനിമം. അവിടെ എന്താണ് സന്തോഷത്തിന്റെ സമൃദ്ധി? ഈ സന്തോഷത്തിന്റെ സമൃദ്ധിയുള്ള ആ സഭയിൽ ചെന്ന് കയറി എങ്ങനെയായിരിക്കും അവരുടെ ആരാധന? ആലോചിക്കേ. കാലിലൊരു മേലെ സ്പ്രിങ് ഇരിക്കുന്ന പോലെ ഇങ്ങനെ അവരിങ്ങനെ സന്തോഷം, ഇനി സന്തോഷം വന്നിട്ടിരിക്കാൻ വയ്യേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അവിടുത്തെ വിശ്വാസികൾക്ക് സന്തോഷ സമൃദ്ധിയിലാണ്. പക്ഷെ അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്താണ്? മഹാദാരിദ്ര്യവും. അയ്യോ, ഇതെങ്ങനെ രണ്ടും കൂടെ പോവും? നമുക്ക് സന്തോഷം വരണമെങ്കിൽ സമൃദ്ധി വരണം. അവിടെ ഇരിക്കുക മഹാദാരിദ്ര്യത്തിൽ കൂടെ പോകുമ്പം സന്തോഷ സമൃദ്ധി ജീവിക്കാൻ പറ്റുമോ? ഇതാണ് അന്നത്തെ സഭ ഇന്നത്തെ സഭയുള്ള വ്യത്യാസം. നമ്മളെ ആരോ പഠിപ്പിച്ചു വെച്ചു, നമുക്ക് സമൃദ്ധി, നമ്മുടെ ദാരിദ്ര്യം മാറി സമൃദ്ധി വരുമ്പം നമുക്കങ്ങ് സന്തോഷം അങ്ങ് വരുമെന്ന്. അങ്ങനെ നിങ്ങളുടെ ദാരിദ്ര്യം മാറി സമൃദ്ധി വന്നപ്പം അങ്ങ് സന്തോഷവും, അത് സന്തോഷത്തിൻ്റെ സമൃദ്ധിയും വന്നിരുന്ന കൈവക്കിക്കേ. സത്യം പറഞ്ഞാൽ ഉള്ള സന്തോഷം പോയി കിട്ടും. ഇപ്പോഴും വലിയ കുഴപ്പമില്ലാതെ ഒന്നും ഇല്ലാത്തതുകൊണ്ടൊക്കെ മര്യാദയ്ക്ക് പോകുന്നു. വാടക വീട്ടിൽ താമസിക്കുന്നവർക്കായിട്ട് സ്തോത്രം. വാടകയ്ക്കൊരു വീട് കിട്ടുന്നിടത്തോളം കാലം അതാണ് നല്ലതെന്ന് ഞാൻ ഇപ്പം പറയും. ഒരു കാലത്ത് ഞാനും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ ഓടിച്ചിട്ട് ഞങ്ങൾക്കൊരു വീട് മേടിച്ചു തന്നു. സത്യം പറഞ്ഞാൽ 20 വർഷത്തേക്കാണ് അതിൻ്റെ ഒരു ലോൺ. ശരിക്കും പറഞ്ഞാൽ അടയ്ക്കാവുന്ന ഇനിയും ഉണ്ട് ഒരു 8 വർഷം. അന്ന് വരെ ജീവിച്ചിരിക്കുന്ന വല്ല ഗ്യാരണ്ടിയും ഉണ്ട്. ഇനി അതെല്ലാം ലോൺ അടച്ച് തീർക്കും. ആ വീട് ആർക്കാ പോകാൻ പോന്നെ? ചാരിറ്റി. ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അല്ലേ? ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഈ കിടന്ന് ഓടുന്നത് എന്തിനു വേണ്ടിയാ? എനിക്ക് സമൃദ്ധി ഉള്ളപ്പം സന്തോഷം ഉണ്ടാവുമെന്ന് ഒരു ഗ്യാരണ്ടിയില്ല. ഈ സഭ ഒരു അപവാദമാണ്. ഈ പറഞ്ഞ മക്കദോന്യ സഭ എന്താണ്? അവർക്ക് ഭയങ്കര ദാരിദ്ര്യം ഉള്ളപ്പോഴാണ് ഭയങ്കര സന്തോഷം. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ അവരൊരു കാര്യം കൂടെ ചെയ്ത്, എന്താണ്? ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. ഓൾറെഡി അവർ കഷ്ടതയിലൂടെ, അവർക്ക് ഭയങ്കര ദാരിദ്ര്യം, പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ അവർക്ക് എന്താണ്? ഭയങ്കര ഔദാര്യം. ഞാൻ ചിലപ്പോൾ ഇവരെന്തെടുത്തിട്ടായി കൊടുത്തത്? ഇതാണ്, ഉള്ളതിൽ നിന്ന് കൊടുക്കുന്നതല്ല കാര്യം, ഇല്ലായ്മയിൽ നിന്ന് അവളുടെ ഉപജീവനം മുഴുവൻ ഇട്ടു എന്നൊരു പ്രായമുള്ള അമ്മച്ചി കൊണ്ട് 2 കാശിട്ടപ്പം യേശു അവിടെ അങ്ങ് അനൗൺസ് ചെയ്തു. ചാടി എഴുന്നേറ്റ് നിന്ന് അല്ലേ, കൈയടിച്ച് എല്ലാവരും ഇങ്ങോട്ട് വയ്ക്കുക. ഇതേ ഈ അമ്മച്ചി ഇട്ടതാണ് ഏറ്റവും കൂടുതൽ ഇട്ടത്. അവിടെ യേശുവോട് ഇരിക്കുന്ന കണ്ടുകൊണ്ട് നേരത്തെ വന്ന പരീക്ഷന്മാരൊക്കെ വലിയ വലിയ നോട്ട് കെട്ടൊക്കെ അതുപോലെ ഇട്ടിട്ട് പോയി. പക്ഷേ അതിലൊന്നും കാര്യമില്ല, അതൊക്കെ സമൃദ്ധിയിൽ നിന്നല്ലേ ഇട്ടത്. ഈ പാവ സ്ത്രീ അവളുടെ ഇല്ലായ്മയിൽ നിന്ന് അവളുടെ ഉപജീവനം മുഴുവനും ഇട്ടു. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഗിവിങ്. ഷീ ഗേവ്. മറ്റുള്ളവരൊക്കെ ഷോ ഓഫ് ആയിരുന്നു, പക്ഷേ ഷീ ഈസ് ഓൺലി പേഴ്സൺ ഹൂ ഗേവ്. കൊടുത്തത് ശരിക്കും അവൾ മാത്രമാണ്. ഇന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിക്കും, അയ്യോ എനിക്ക് അങ്ങനെ കൊടുക്കാനൊന്നുമില്ല, ഇന്ന് സ്തോത്രാഴ്ച ഇടാൻ എൻ്റെ പൈസ ഇല്ല എന്നാരെങ്കിലും വിഷമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ട. ഇന്ന് സ്തോത്രാഴ്ച ഇടാൻ നിങ്ങളുടെ പൈസ ഇല്ലാത്ത നിങ്ങളാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. പണ്ടെൻ്റെ പിതാവ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങളന്നൊരു കൊച്ചു ചർച്ചിൽ പോവും. അപ്പോൾ അവിടെ സ്തോത്രാഴ്ച വരുമ്പോൾ അടുത്ത പാസ്റ്ററിൻ്റെ മോൻ അവൻ്റെ സ്റ്റീൽ പ്ലേറ്റും കൊണ്ടാണ് എല്ലാവരുടെയും മുന്നിൽ വന്ന് സ്തോത്രകാഴ്ച വിരിക്കുന്നത്. അപ്പം ഫ്രണ്ടിൽ ഒരു മൂലയിൽ ഒരു കസേരയിട്ട് എൻ്റെ പപ്പ ആ കസേരയിലായിരിക്കും, ബാക്കി എല്ലാവരും പായില്ല. അപ്പോൾ ഈ പയ്യൻ ഇങ്ങനെ വന്നിട്ട് അപ്പച്ചൻ്റെ അടുത്തോട്ട് വന്നിട്ട്, അപ്പച്ച സ്തോത്രകാഴ്ച ആണ്. പപ്പ ഫ്രണ്ട് ചെയ്യുന്നതുകൊണ്ട് ഇല്ല മോനെ, ഇല്ല പൈസ ഇല്ല. അന്നേ സ്തോത്രകാഴ്ച എന്ന് പറഞ്ഞാൽ മാക്സിമം 1 രൂപ നോട്ടുണ്ട്, 2 രൂപ നോട്ടുണ്ട്, ഇതൊക്കെയാണ് ഇടുന്നത്. പക്ഷേ 1 രൂപ 2 രൂപ ഇടാനില്ല.
ഇങ്ങനെയാണ് ചില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ബാക്കി പായലിരുന്ന് കണ്ടോണ്ടിരുന്നു. എനിക്ക് ഭയങ്കര നാണക്കേടായിപ്പോയി. ചേട്ടാ സ്വോത്രാഴ്ച പാത്രം വന്ന് പപ്പയുടെ കയ്യിൽ. അപ്പം എൻ്റെ ചോദ്യം, സ്വോത്രാഴ്ചയ്ക്ക് പൈസ ഇല്ല, പിന്നെ പപ്പ എന്തിനാ ഇന്ന് ആരാനയ്ക്ക് വന്നേ, വീട്ടിൽ ഇരുന്നാൽ പോരായിരുന്നു. അപ്പോൾ അടുത്ത ഞായറാഴ്ച ഞാൻ വീട്ടിൽ ചെന്നിട്ട്, പപ്പ ദയവ് ഇത് നാണം കെടുത്തരുത്. ആ ചെറുക്കൻ അതും കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെ കാണിച്ചൊരു എല്ലാവരും കാണുകയും ചെയ്ത് ആരുടെയൊക്കെ ചിരിക്കുകയും ചെയ്തു. എനിക്ക് ഭയങ്കര നാണക്കേടായിപ്പോയി. എൻ്റെ പപ്പ വലിയ വെള്ള ജുബ്ബയൊക്കെ ഇട്ട് ഫ്രണ്ട് ഇരിക്കുന്നു, പക്ഷേ സ്വോത്രാഴ്ച ഇടാൻ 2 രൂപ ഇടയിലില്ല. എനിക്കൊന്ന് നാണക്കേട് തോന്നി സത്യം പറഞ്ഞാൽ. ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞു, പപ്പ എന്തുവായി ഫ്രണ്ട് ഇരുന്നുകൊണ്ട്. അല്ലെ നേരത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ 2 രൂപ എൻ്റെ കയ്യിലും ഇല്ല, അത് വേറെ കാര്യം. ഞാൻ പിന്നെ പുറയിലായതുകൊണ്ട് ആരും ഇത് കാണുന്നില്ലല്ലോ. അല്ലെങ്കിൽ 2 രൂപ 1 രൂപ നോട്ടാക്കി 1 രൂപ കൈ കൊടുക്കാമായിരുന്നു. പക്ഷെ എനിക്കൊന്ന് എന്തോ ഈ സ്തോത്രാഴ്ച വന്നപ്പോൾ പുള്ളി വളരെ ഇന്നസെൻ്റ് ആയിട്ടാണ് ഇല്ല മോനെ എന്ന് പറഞ്ഞു. സ്തോത്രാഴ്ച. പക്ഷെ ഞാൻ ഓർക്കുന്നു, അന്നാ ഇല്ല എന്നുള്ള സത്യസന്ധമായിട്ട് ഇങ്ങനെ കൈ കാണിച്ചില്ല മോനെ, എൻ്റെ കയ്യിലില്ല. പക്ഷേ ഇല്ലാത്തവരായിരിക്കും ഏറ്റവും കൂടുതൽ ഇട്ടത്. ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തൻ. ഇവിടെ ഒന്നും അവരൊന്നും ഉണ്ടാക്കില്ല പ്രിയപ്പെട്ടവരെ. പക്ഷെ നിത്യതയിൽ അവർക്ക് വലിയ പ്രതിഫലം ഉള്ളതിനായിട്ട് സ്തോത്രം, അതിനായിട്ട് സ്തോത്രം. അപ്പം ഇവിടെ ലൂക്കോസിന് സുവിശേഷം അതിനേക്കാൾ ഒരു വാക്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം. അപ്പോസ്തല പ്രവൃത്തികളും 20-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം. ഇതുവരെയും അടിവരെ ഇട്ടിട്ടില്ലെങ്കിൽ ദയവായി ഇന്ന് അടിവരെ ഇട്ടിട്ടേ പോകാവൂ. ഫോണിലാണ് നിങ്ങൾ ബൈബിൾ വായിക്കുന്നത്, അതിനകത്ത് എങ്ങനെ അടിവരെ ഇടുമെന്ന് എനിക്കറിയത്തില്ല. ബൈബിൾ ആണെങ്കിൽ ഒന്ന് അടിവരെ ഇട്ടേക്കുക. ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടതെന്ന്. അപ്പൊ ഏതാ ഇപ്പൊ അടിവരെ ഇടേണ്ടത്? ഇറ്റ് ഈസ് മോർ ബ്ലെസ്ഡ് ടു ഗിവ് ദാൻ ടു റിസീവ്. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലത്, ഭാഗ്യകരമായതാ. ഇറ്റ് ഈസ് ബ്ലെസ്ഡ് ടു ഗിവ്, നോട്ട് ടു റിസീവ്. നമുക്കെല്ലാവർക്കും ഈ റിസീവിങ് എൻഡിൽ ഇരിക്കാനാണ് ഇഷ്ടം. പക്ഷെ വാട്ട് അബൌട്ട് ദ ഗിവിങ് എൻഡ്? കൊടുക്കാൻ നമ്മൾ എത്രത്തോളം നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ശരി, ആ വാക്യം നിങ്ങൾ അടിവരെ ഇട്ടെങ്കിൽ നമുക്ക് ലൂക്കോസ് സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് വരാം. അതിൻ്റെ 12 മുതലൊന്ന് വായിച്ചേ. നിങ്ങളുടെ വീട്ടിൽ നാളെ ഒരു പാർട്ടി നടത്തുമ്പം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് നിങ്ങൾ എല്ലാവർക്കും ചാപ്പാട് കൊടുക്കുകയാണ്. ആർക്ക് കൊടുക്കണമെന്ന് എഴുതിയിരിക്കുന്നത്? തന്നെ ക്ഷണിച്ചവനോട് അവൻ പറഞ്ഞത്, നീ ഒരു മുത്താഴമോ അത്താഴമോ കഴിക്കുമ്പോൾ സ്നേഹിതന്മാരെയും സഹോദരന്മാരെയും ചാർച്ചക്കാരെയും സമ്പത്തുള്ള അയൽക്കാരെയും വിളിക്കരുത്. അയ്യോ, നമ്മൾ വീട്ടിൽ ഒരു ക്രിസ്മസിന് നിങ്ങൾ ലഞ്ചിന് വിളിച്ചു, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈസ്റ്റർ നിങ്ങൾ വിളിക്കുക. നിങ്ങളിപ്പം പാരഗണി കഴിക്കാൻ കൊണ്ടുവന്നുണ്ടായിരിക്കും. ആരെയൊക്കെ വിളിച്ചുകൊണ്ട് പോകേണ്ടത് പറഞ്ഞേ? ഈ ഈസ്റ്റർ നിങ്ങൾ ആരെയാണ് വിളിച്ചിരിക്കുന്നത് വീട്ടിലോട്ട് ഉണ്ണാൻ? പിന്നെ മറ്റേ ഗൾഫിൽ നിന്ന് മറ്റേ ആൻറ്റി വന്നിട്ടുണ്ട്, നാട്യമുണ്ട്, പിന്നെ മറ്റേ അല്ലേ? നിങ്ങളിപ്പോൾ മനസ്സിൽ ഏകദേശം ഒരു കണക്കുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങളൊരു വിരുന്ന് കൊടുക്കുമ്പം ആരെയൊക്കെ വിളിക്കരുതെന്നുള്ളൊരു ലിസ്റ്റ് ഇവിടെ കർത്താവായ യേശു പറഞ്ഞിട്ടുണ്ട്. ആ ലിസ്റ്റ് ഒന്നുകൂടെ വായിച്ചേ. ആരെയൊക്കെ വിളിക്കരുതെന്ന്? സ്നേഹിതന്മാരെയും ഫ്രണ്ട്സിനെ വിളിക്കരുത്. അടുത്തത് സഹോദരന്മാരെയും കുടുംബത്തിലുള്ളവരെ വിളിക്കരുത്. അടുത്തത് ചാർച്ചക്കാരെയും ബന്ധത്തിൽപ്പെട്ടതിനെയും വിളിക്കരുത്. പണക്കാരെ ഒട്ടും വിളിക്കരുത്. അതാ ഈ നെയ്ബേഴ്സിനെ വിളിക്കുമ്പോൾ ആരെ നമ്മൾ വിളിക്കത്തുള്ളൂ? സമ്പത്തുള്ള അയൽക്കാരെ. അവർ നിന്നെ അങ്ങോട്ടും വിളിച്ചിട്ട് നിനക്ക് പ്രത്യുപകാരം കണ്ടോ? ഈ അവരെ നമ്മൾ വിളിക്കുന്നതിന്റെ കാര്യം തിരിച്ച് അവരെന്ത് ചെയ്യും? നമ്മളെയും വിളിക്കും. അതിനല്ലേ അവരെ വിളിക്കുന്നത്. പക്ഷെ ആരെ വിളിക്കണം? നീ വിരുന്ന് കഴിക്കുമ്പോൾ അടുത്ത പ്രാവശ്യം വീട്ടിൽ വിരുന്ന് വയ്ക്കും, ബിരിയാണി വയ്ക്കുമ്പോൾ ഓർത്തോണം സൗകര്യമാരെ. ഇവിടെ അടുത്ത് ബിരിയാണി വെക്കുമ്പം ആരെ വിളിക്കണം? ദരിദ്രന്മാർ, അംഗഹീനന്മാർ, മുടന്തന്മാർ, കുരുടന്മാർ എന്നിവരെ ക്ഷണിക്കാം. ഇനി ഈ സൈസിനെയൊക്കെ എവിടെ കണ്ടുകിട്ടും എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. അന്നത്തെ കാലത്ത് ഈ പറയുന്നവരൊക്കെ നമുക്കറിയാം. മുടന്തനായ മനുഷ്യൻ ഭിക്ഷ അയച്ചുകൊണ്ടിരുന്നു, കുരുടനായ മനുഷ്യൻ ഭിക്ഷ അന്നത്തെ കാലത്ത് ഇങ്ങനൊരു വൈകല്യം ഉണ്ടെങ്കിൽ അവർക്ക് പിന്നെ വേറെ ഒരു പണിക്കും അവർക്ക് കൊള്ളത്തില്ല. അവർ പാവം പോയിരുന്ന് ഭിക്ഷ ചോദിക്കും. ആരർത്ഥമാണ് അന്ന്. പക്ഷേ ഇന്നത്തെ കോൺടാക്സിൽ അങ്ങനെയല്ല. ഇന്ന് വൈകല്യമുള്ളവരാരും ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു പണിക്കല്ല. അവർ നന്നായിട്ട് പഠിച്ച് മിടുക്കരായി നല്ല സ്ഥാനങ്ങളിൽ വരുന്നുണ്ട്. എന്നിട്ട് അതങ്ങ് വിട്ടേക്കാം. അതായത് ഈ പറഞ്ഞ പോലെ സാമ്പത്തികമായി കഴിവില്ലാത്തവർ, അല്ലെങ്കിൽ സമൂഹം
പിന്തള്ളി ഇട്ടിരിക്കുന്നവർ, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യണം? അവനെ ക്ഷണിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നാൽ നീ ഭാഗ്യവാനാകും. നിനക്ക് നീ എന്തിനാ ഇത് ചെയ്യേണ്ടി? നിനക്ക് ഭാഗ്യവാനാവണം. നിനക്ക് പേരെടുക്കണമെന്നുണ്ടെങ്കിൽ, ആളാവണമെന്നുണ്ടെങ്കിൽ മറ്റവരെയൊക്കെ വിളിച്ചോ. പക്ഷെ നിനക്ക് ഭാഗ്യവാനാവണമോ? വിളിക്കുക. അതിനൊരു യോഗ്യതയുണ്ട്. അതിൻ്റെ അടുത്ത ഭാവം, നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ. അത്രയേ ഉള്ളൂ. അതാണ് അവിടുത്തെ നിനക്ക് പ്രത്യുപകാരം ചെയ്യാൻ പ്രാപ്തി ഇല്ലാത്തവരെ നോക്കി കണ്ടുപിടിക്കുക. അതിൻ്റെ അടുത്ത് ഒരു കാരണവശാലും അവർ നിന്നെ തിരിച്ച് വിളിച്ചൊരു ചാപ്പാട് തരാൻ ചാൻസ് ഇല്ല. അങ്ങനെയുള്ളവരാരൊക്കെ ഇന്നോട്ടൊരു ലിസ്റ്റ് ഉണ്ടാക്കി തോന്നിക്കും. പെട്ടെന്നൊരു കാര്യം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നു. ഞാനത് ഓർത്തതല്ല, ഇപ്പം പെട്ടെന്ന് ഓർമ്മ വരുന്നു. 1989 ഞാനൊരു ജോലി കിട്ടി, വിദേശത്തായിരുന്നു. 1 വർഷത്തിന് താഴെ ഞാൻ ആഫ്രിക്കയിലൊരു ജോലി ചെയ്തു. അപ്പോൾ ആദ്യമായിട്ടാണ് എനിക്കൊരു ജോലി കിട്ടി, വിദേശത്ത് പോയി. എൻ്റെ വീട്ടിലാണെങ്കിൽ കഴിക്കാൻ നിവൃത്തിയില്ല, വാടക കൊടുക്കാൻ നിവൃത്തിയില്ല. അപ്പനമ്മയും മാത്രമേ ഉള്ളൂ. അവർക്ക് അറിയാമല്ലോ, കർത്താവിൻ്റെ വേല ചെയ്യുന്നവരാ, ഒരു വരുമാനവും ഇല്ല, ഒന്നുമില്ല. എനിക്കൊരു ജോലി കിട്ടി പോയിട്ട് വേണം പ്രശ്നങ്ങളൊക്കെ തീരാൻ. ഞാൻ ആദ്യത്തെ ശമ്പളം എടുത്ത് അയച്ചു കൊടുത്തു, 2ാമത്തെ മാസം അയച്ചു കൊടുത്ത്, കടമൊക്കെ തീർന്നു, വാടകയൊക്കെ കൊടുത്തു, വീട്ടിൽ അടുക്കള സാധനങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെയൊക്കെ ഒരുമാതിരി സെറ്റിലായി. അപ്പം ക്രിസ്മസ് വന്നു. 89 ക്രിസ്മസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ അമ്മ വീട്ടിലൊരു തമിഴ് ഒരു കുട്ടി വേലക്കാരി എഴുമ്പുണ്ട്, ഒരു കൊച്ചുകുട്ടി. അവളൊരു അനാഥക്കുട്ടിയാണ്, നമ്മൾ വീട്ടിൽ കൂടെ നിൽക്കുക. അപ്പോൾ ക്രിസ്മസ് വരാൻ നേരത്ത് മമ്മിക്കൊരാഗ്രഹം, പാവപ്പെട്ടവർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കണം. അവിടെ ഇവളാണ് കൺസൾട്ടൻറ്റ്, ഈ വേലക്കാരി. അവളോട് ചോദിച്ചു, തങ്കം എന്നെ പണലാം ഒന്ന്. അവൾ പറഞ്ഞ്, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നല്ല ബിരിയാണിയും, നന്നായിട്ട് ബിരിയാണി വയ്ക്കുമല്ലോ, നമുക്ക് വയ്ക്കാം, വെച്ചിട്ട് നമുക്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കാം. ശരി. അവർ പാളയത്ത് പോയി ബിരിയാണിക്കുള്ള എല്ലാ സാധനവും മേടിച്ച്, ഇറച്ചിയെല്ലാം മേടിച്ച് കൊണ്ടുവന്ന് ക്രിസ്മസിനന്ന് രാവിലെ ഈ പറഞ്ഞ പോലെ 1-ാം തരം ബിരിയാണി വെച്ച് വലിയ ടിഫിൻ കാരിയറിലൊക്കെ പല പാത്രങ്ങളിൽ അത് എടുത്ത് വെച്ച് ഒരു ഓട്ടോ പിടിച്ച് ഈ 2 പേരും കൂടെ പോയി നേരെ പാളയം സെൻറ്റ് ജോസഫ്സ് കത്തീഡ്രലിൻ്റെ ഫ്രണ്ടിൽ ചെന്ന്. അന്ന് ക്രിസ്മസാണ്, തലേന്ന് രാത്രി സർവീസൊക്കെ കഴിഞ്ഞ് അവിടെ ആ പ്ലാറ്റ്ഫോം, അവിടെ ആ ഫുട്പാത്തിൽ കുറേ പാവപ്പെട്ട ഭിക്ഷക്കാരിപ്പുണ്ട്. പതുക്കെ ഈ 2 സ്ത്രീകൾ, അതെൻ്റെ അമ്മയും ആ വേലക്കാരി കുട്ടിയും കൂടെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ഇതെല്ലാം കൂടെ ചുമന്ന് ആ പള്ളിയുടെ ഗേറ്റിന് ഇച്ചിരി അകത്തോട്ട് വെച്ചിട്ട് ഇവരെല്ലാം വിളിച്ച്, അവരെല്ലാം ഓടി വന്ന് എല്ലാവരും ഇരുത്തി. ഇവർ ഇലയൊക്കെ കൈ കൊണ്ടുപോയി, ഇല ഇട്ട് കൊടുത്ത് ഇവർക്കെല്ലാം നല്ല ചിക്കൻ ബിരിയാണിയും എല്ലാം വിളമ്പി കൊടുത്ത്, സാലഡും പിക്കിളും പപ്പടവും മുട്ടയും എല്ലാം കൊടുത്ത് അവരെല്ലാം സന്തോഷമായിട്ട് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ച് ഓട്ടോ പിടിച്ച് വീട്ടിൽ വന്നു. എന്നിട്ട് അന്നത്തെ കാലത്ത് എയറോഗ്രാം എന്നൊരു സാധനം ഉണ്ടല്ലോ, പോസ്റ്റ് ഓഫീസിൽ പോയി മേടിച്ചിട്ട് അതിനകത്ത് എനിക്ക് എഴുത്തെഴുതുകയാണ്, മോനെ ഇന്ന് നിൻ്റെ ശമ്പളം വന്നു, ഓക്കെ, എല്ലാമൊക്കെ നമ്മുടെ കടമൊക്കെ തീർന്നു, ഇന്ന് ഞാനും തങ്കവും കൂടെ ബിരിയാണി വെച്ച് ആ പാളയം ആ കാത്തലിക് ചർച്ചിൽ പോയി അവിടെയുള്ള ഭിക്ഷക്കാർക്കെല്ലാം കൊടുത്തു. സന്തോഷമായിട്ട് ഞങ്ങൾ ഓട്ടോ പിടിച്ച് വീട്ടിൽ വന്നു. അത് അവസാനത്തെ ക്രിസ്മസ് ആയിരുന്നു. പിന്നെ 90 അമ്മ മരിച്ചു. ഞാൻ പറയായിരുന്നു, ഇപ്പം നേരത്തെ പറഞ്ഞ ലിസ്റ്റ് അവരെവിടെയും ചോദിച്ചാൽ അവരൊക്കെ ഉണ്ട്. കണ്ണ് തുറന്നു നോക്കിയാൽ അവരൊക്കെ നമ്മുടെ ചുറ്റുമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളൊരു എന്താ പറഞ്ഞ ഒരു പെയിൻ എടുത്ത് പോയി ഇതൊക്കെ ചെയ്യുമോ? ഞാൻ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഐ എം സോറി. നമുക്കെപ്പോഴും ഇങ്ങോട്ട് ഒരു ഊണ് തരാൻ പ്രാപ്തിയുള്ളവർക്കേ നമ്മൾ അങ്ങോട്ടൊരു ഊണ് വെച്ച് കൊടുക്കത്തുള്ളൂ. ഇങ്ങോട്ടൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് തരാൻ സാധ്യതയുള്ളവർക്കേ നമ്മളൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുക്കത്തുള്ളൂ. പക്ഷെ പാവപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കുമോ? ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ആ പാവപ്പെട്ട തമിഴ് സ്ത്രീക്ക് എന്തുകൊണ്ടങ്ങനെ തോന്നി? ഒരു ക്രിസ്മസ് ദിവസം പോയി ഈ പറഞ്ഞ ആ പാവപ്പെട്ട അവിടെ ഇരിക്കുന്ന ആ ഫുട്പാത്തിരിക്കുന്ന ഭിക്ഷക്കാരെ വിളിച്ച് അവർക്കൊരു നല്ല ബിരിയാണി കൊടുക്കണമെന്ന് അവർക്ക് തോന്നിയല്ലോ. എനിക്ക് തോന്നിയിട്ടില്ലല്ലോ. ഞാൻ ഐ എം കൺഫസിങ്. അല്ല, ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടോ എനിക്ക് സംശയമുണ്ട്. ഞാനങ്ങനെ പരസ്യമായിട്ട് ചെയ്യാൻ എനിക്ക് നാണോ? എനിക്കൊരു മടിയും ചമ്മലും ഒക്കെയാണ്. പക്ഷേ എൻ്റെ അമ്മ അതൊന്നും ഓർത്തില്ല. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഞാനൊരു 3-ലോ 4-ലോ പഠിക്കുമ്പോഴായിരിക്കും ഒരു ക്രിസ്മസ് ദിവസം അതിൻ്റെ തലേന്ന് എന്നും വൈകിട്ട് ഒരു തിരുവനന്തപുരത്തെ ഒരു വളരെ പൗരാണിക ഒരു ജ്ഞാനായ കുടുംബത്തിലെ ഒരു അപ്പച്ചൻ, അദ്ദേഹം എന്നും അവിടെ നിന്ന് പട്ടം ജംഗ്ഷനടുത്ത അവരുടെ വീട് നടന്ന് പ്ലാമൂട് വഴി ഞങ്ങളുടെ വീട്ടിൽ വരും. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ മുറ്റത്തൊരു PC ചെയർ ഇട്ടിട്ടുണ്ട്, അതിൽ വന്നിരിക്കും, വാക്കിംഗ് സ്റ്റിക്ക് അങ്ങോട്ടിടും, നല്ല പോയലയൊക്കെ ചവച്ചോണ്ടായി ഇങ്ങനെ വരുന്നത്. എന്നിട്ട്
എൻ്റെ പപ്പായ എങ്ങേർക്ക് വലിയ ഇഷ്ടം. എങ്ങനെ ഇവർ തമ്മിൽ എങ്ങനെ പരിചയപ്പെട്ടെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അപ്പനാണേലും ഉപദേശി, എങ്ങനെ വിളിക്കുന്നത് ഉപദേശി എന്നാണ് വിളിക്കുന്നത്, പാസ്റ്റൊന്നും വിളിക്കത്തില്ല. ഉപദേശിയേ എന്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു സ്റ്റൈലൊക്കെ ഞാൻ ഒരു കപ്പടം മീശയും ഒരു ഒറ്റമുണ്ട്, ഒരു കതറല്ല ഒരു കസ പോലത്തെ ഒരു മുണ്ടും ഒരു ജിബ്ബൊക്കെ ഇട്ട് ഒരു മേൽമുണ്ടൊക്കെ ഇട്ടുകൊണ്ട് അയാൾ ഒരു വാക്കിംഗ് സ്റ്റിക്കായിട്ടാണ് വരുന്നത്. അപ്പോൾ 24-ാം തീയതി വന്നിട്ട് പറഞ്ഞു, ഉപദേശിയേ നാളെ ക്രിസ്മസ് അല്ലയോ, ഞങ്ങളുടെ വീട്ടിൽ രാവിലെ കാപ്പ് കുടിക്കാൻ വരണം. ഓ, ഇവനെയും കൊണ്ടുവരണം, പുള്ളിക്കാരത്തെയും കൊണ്ടുപോവാ. ശരി. അപ്പോൾ എന്നോട് പറയുമ്പോൾ ഞാനിത് കേട്ടുകൊണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ നാളെ ക്രിസ്മസ്, അയ്യോ ഇങ്ങനെ വീട്ടിൽ ഉണ്ണാം കഴിക്കാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വിളിച്ചു. മമ്മി പറഞ്ഞു വരുന്നില്ല, കാര്യം പല്ലെടുക്കണം, ഡെൻ്റൽ കോളേജിൽ നിന്ന് കാർഡ് വന്നിട്ടുണ്ട്, നാളെയാ ദിവസം. അപ്പോൾ അതിന് രാവിലെ മമ്മി അങ്ങ് പോയി. നിങ്ങൾ പോയി കഴിച്ചോ, നല്ല ഭക്ഷണം കിട്ടുമല്ലോ, പൊയ്ക്കോ. എനിക്ക് അന്ന് പതിവില്ല, രാവിലെ എഴുന്നേറ്റും നിൽക്കുന്ന ഷർട്ടുമൊക്കെ ഇട്ടും കുരുക്കൂടൊക്കെ വെച്ച് റെഡിയായിട്ട് നിൽക്കുക. എവിടെ പോകാൻ? പപ്പായുടെ കൂടെ ഈ പറഞ്ഞ വലിയവരുടെ വീട്ടിൽ പോവാ. പട്ടത്താ വീട്ടിൽ ചെന്ന്, ഞാൻ ആ വീട്ടിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. ഞാനിങ്ങനെ ഒരുമാതിരി ഇതെന്തോന്ന് വീട് ചെന്ന് അവിടെ കയറി അവരുടെ ഡൈനിങ് ടേബിളിൽ ഇരുത്തി, അവരുടെ കുടുംബക്കാരെല്ലാവരും ഉണ്ട്. ഉപദേശിയെ ഇരുത്തി, ഈ ചെറുക്കനെ ഇരുത്തി വെച്ച് നല്ല വെള്ളയപ്പവും എന്തോ കള്ളപ്പോ എന്തോ ഏതാണ്ടൊക്കെ, അതിൻ്റെ കൂടെ നല്ല ചിക്കൻ സ്റ്റൂ, പിന്നെ മുട്ട എഗ് റോസ്റ്റ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ കേക്ക്, അത് കഴിഞ്ഞിട്ട് ഹലുവ, എന്തൊക്കെയോ. എൻ്റെ ജീവിതത്തിൽ അത്രയും ആഹാരം ഒന്നിച്ച് ഞാൻ കണ്ടിട്ടില്ല. മറ്റേ ഹോട്ടലിലെ കണ്ണാടി പെട്ടിക്കകത്തിരിക്കുന്നതേ കണ്ടിട്ടുള്ളൂ. ഇത് ഒരു മേശയിൽ ഇത്ര ആഹാരം ഒന്നിച്ച് കണ്ടിട്ടില്ല. ആർത്തിയോടുകൂടി കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടം. കഴിച്ചെല്ലാം കഴിഞ്ഞ് അവിടുത്തെ ഇറങ്ങി നടന്ന് വീട്ടിൽ വന്നു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്നപ്പം പാവം പല്ലെടുത്ത് എൻ്റെ അമ്മ പഞ്ഞിയൊക്കെ കടിച്ചു പിടിച്ച് ഒരു ഡബിൾ ഡക്കറി പ്ലാമൂട്ടി ഇറങ്ങി വീട്ടിൽ നടന്നു വന്ന് ഒരു ചിരട്ട എടുത്ത് തന്നെ ഇച്ചിരി മണ്ണും ഇട്ട് ഈ രക്തം ഇങ്ങനെ തുപ്പി അവിടെ ഇരിക്കുക. കഴിച്ചോ മോനെ? കഴിച്ചു. അപ്പം ഞാൻ വന്നങ്ങ് വർണ്ണിക്കുകയാണ് അപ്പവും സ്റ്റൂവും കേക്കും ഹലുവയൊക്കെ. ഞാനങ്ങ് അയ്യോ, എൻ്റെ അമ്മ പാവം പോലെ. ഉച്ചയ്ക്ക് വീട്ടിൽ ചോറില്ല. രാവിലത്തെ ഈ ഒരു കയറ്റിട്ടില്ലേ വന്നിരിക്കുന്നത്. അന്ന് പകൽ മൊത്തം വിശന്നില്ല, കാരണം അതുപോലെ കട്ടിക്കാണ് രാവിലെ കഴിച്ച്. ഞാൻ ഓർക്കുകയായിരുന്നു, ഒരു ക്രിസ്മസിന് പോലും ഭക്ഷണമില്ലാതെ ഒരു വീടായിരുന്നു ഞങ്ങളുടെ വീട്. പക്ഷേ ഒരു നന്മ ദൈവം ചെയ്തപ്പം പാവപ്പെട്ടവരെ ഓർത്ത് അവർക്ക് തിരിച്ചൊരു നന്മ ചെയ്യാൻ എൻ്റെ അമ്മയ്ക്ക് തോന്നി. പക്ഷെ ഇന്ന് എത്ര അമ്മമാർക്ക് ഇത് തോന്നും പ്രിയപ്പെട്ടവരെ? ഞാനത് എപ്പോഴും പറയുന്ന കഥയൊന്നും അല്ല, എങ്കിലും ഞാനൊന്ന് പറഞ്ഞു പോയി അല്ലേ. ഞാൻ ഓർക്കുക, ഇതൊക്കെയാണ് ക്രിസ്ത്യാനിറ്റി. അപ്പം ഇനി വീട്ടിൽ ഭക്ഷണം വയ്ക്കുമ്പോൾ ആരെ വിളിച്ച് കൊടുക്കണമെന്നുള്ളത് വാക്യം കിട്ടിയല്ലോ. ഓക്കെ, അതൊന്ന് പാലിച്ചിട്ട് ദയവേത് എന്നോടൊന്ന് പറയാൻ. പക്ഷേ ഞങ്ങളങ്ങനെ ചെയ്തു. ഒരിക്കലും തിരിച്ചൊരു ഊണ് തരാൻ നിവൃത്തിയില്ലാത്തവരെ വിളിച്ച് ഊണ് കൊടുത്തു എന്നൊന്ന് ചെയ്താൽ നന്നായിരിക്കും. 2 കൊരിന്ത്യർ 9 5 ഒന്ന് വായിച്ച്. 2 Corinthians 9:5. 2 കൊരിന്ത്യർ 9:5. ആകയാൽ സഹോദരന്മാർ, ഞങ്ങൾക്ക് മുമ്പായി അങ്ങോട്ട് വരികയും നിങ്ങൾ മുമ്പേ വാഗ്ദത്തം ചെയ്ത അനുഗ്രഹം പിശുക്കായിട്ടല്ല അനുഗ്രഹമായിട്ട് ഒരുങ്ങിയിരിപ്പാൻ തക്കവണ്ണം മുമ്പുകൂട്ടി ഒരുക്കി വെക്കുകയും ചെയ്യേണ്ടതിന് അവരോട് അപേക്ഷിപ്പാൻ ആവശ്യമെന്ന് ഞങ്ങൾക്ക് തോന്നി. 9 അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. ഇതൊരു സങ്കീർത്തന ഭാവമാണ്. നമ്മളത് എപ്പോഴും വായിച്ചു വിടും. വാരി വിതറി ഭിക്ഷ കൊടുത്തുള്ള എത്ര പേരുണ്ട്? ഒരു ഭിക്ഷക്കാരൻ ഇങ്ങനെ എന്തെങ്കിലും ചോദിക്കുമ്പം നമ്മൾ പേഴ്സ് എടുത്തിട്ട് ആദ്യം എന്താ ചെയ്യുന്നത്? 2000 നോട്ട് ഇപ്പോൾ ഇല്ല, 500, അടുത്തത് 200, അടുത്തത് 100, അടുത്തത് 50, അടുത്തത് 20, പിന്നെ 10, 5 ഇപ്പോൾ ഇല്ല. പിന്നെയാണ് എന്തിനാണ് ഇതൊക്കെ മാറ്റിയത്? പിന്നെയാണ് നോക്കിയപ്പം 1 രൂപയുടെ കോയിൻ ഉണ്ട്. ഭിക്ഷക്കാർക്ക് ചില്ലറ. ശരിയല്ലേ?
ഇപ്പം പിന്നെ ഒത്തിരി കോയിൻസ് നമ്മൾ കൊണ്ടു നടക്കാത്ത കാരണം. പക്ഷെ ഇപ്പോഴത്തെ ഭിക്ഷക്കാരും എടുക്കരുത്, അവരും ഗൂഗിൾ പേ QR കോഡും കൊണ്ട് നടക്കുന്നത്. കാര്യം നിങ്ങളെ അവർക്കറിയാം, ചില്ലറ ഇല്ലാന്ന് പറയും. അതുകൊണ്ട് പറഞ്ഞ ചില്ലറ വേണ്ട. വാരി വിതറി നമ്മൾ ദരിദ്രന്മാർക്ക് കൊടുത്തിട്ടുണ്ടോ? ആ ഒരൊറ്റ വാക്യം മതിയല്ലോ, ഇന്നത്തെ പ്രസംഗം തീർന്നു. വാരി വിതറി നിങ്ങൾക്ക് തിരിച്ച് തരാൻ കഴിയാത്തവർ, അവരെയാണ് ദരിദ്രരെന്ന് പറയുന്നത്. അവർക്ക് വിതറി കൊടുക്കൂ, വാരി വിതറി കൊടുക്കൂ. അതായത് ലാവിഷായിട്ട്. പക്ഷെ നമ്മുടെയൊക്കെ കല്യാണങ്ങൾക്കൊക്കെ ഈ വലിയ കേറ്ററൊക്കെ വിളിച്ചിട്ട് പല പല കൗണ്ടേഴ്സ് വെച്ച് വാരി വിതർന്ന് കാണുമ്പം സത്യം പറഞ്ഞാൽ എവിടെയോ അകത്തൊരു നോവ് ഉണ്ടാവാറുണ്ട് കേട്ടോ. അവസാനം ഈ ഫുഡെല്ലാം കൂടെ വേസ്റ്റാക്കി അതുകൊണ്ട് വേസ്റ്റ് കൊട്ടയ്ക്കകത്തോട്ട് തട്ടുന്ന കാണുമ്പം ഒന്നോർത്തോണം. ആ ഭക്ഷണം ഒരിക്കലും കഴിക്കാൻ പോലും ഒരവസ്ഥ ഇല്ലാത്തവരൊക്കെ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാവും പ്രിയപ്പെട്ടവർ, ഉണ്ട് എന്നുള്ളതാണ് സത്യം. വാരി വിതറി ആർക്കാ കൊടുക്കേണ്ടത്? ദരിദ്രന്മാർക്ക് കൊടുക്കണം. 11-ാം വാക്യം, ഇങ്ങനെ ദൈവത്തിന് ഞങ്ങളാൽ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാര്യമൊക്കെയും കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാർ. കാരണം നിങ്ങൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ദൈവത്തിന് ഞങ്ങളാൽ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാര്യം, ആ ലാവിഷ്നെസ്, അതിലൂടെ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം, അതാ സംഭവിക്കുന്നത്. 12-ാം വാക്യം, ഈ നടത്തുന്ന ധർമ്മശേഖരം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നതും അല്ലാതെ ദൈവത്തിന് അനവധി സ്തോത്രം വരുവാൻ കാരണവുമാകുന്നു. ഇവിടെ ഒരു കളക്ഷനെ പറ്റിയാ പറയുന്നത് അല്ലേ? ഒരു കളക്ഷൻ എടുക്കുന്ന കാര്യമാണ് ഈ പൗലോസ് പറയുന്നത്. പക്ഷെ ഈ കളക്ഷൻ അത് തീർച്ചയായിട്ടും ചിലരുടെ ബുദ്ധിമുട്ട് തീർക്കാനാണ്. അവിടെയുള്ള വിശുദ്ധന്മാരുടെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള വിശ്വാസികളായ പലർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന്, കർത്താവിൻ്റെ വേല ചെയ്യുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് കണ്ടിട്ട് അവർക്ക് വേണ്ടി എടുത്തൊരു കളക്ഷനാണ്. പക്ഷേ ഇവിടെ പൗലോസ് പറയാം, അവരുടെ ബുദ്ധിമുട്ട് തീരുമെന്ന് മാത്രമല്ല, ദൈവത്തിന് അനവധി സ്തോത്രം. ആവശ്യമുള്ളവർക്ക് നമ്മൾ അറിഞ്ഞവരുടെ ആവശ്യത്തിലൊരു കൂട്ടായ്മ കാണിക്കുമ്പം അവരുടെ ബുദ്ധിമുട്ട് തീർന്നു. നിങ്ങൾ കൊടുത്തു, അവരുടെ ബുദ്ധിമുട്ട് തീർന്നു. പക്ഷെ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ബോണസ് ഉണ്ട്. എന്താ? ദൈവത്തിന് സ്തോത്രം. നമുക്ക് ആ കൂടി ഒരു ദൈവത്തിന് സ്തോത്രമേ അറിയത്തുള്ളൂ. എന്തുവാ? എല്ലാവരും ഇങ്ങോട്ട് ഞായറാഴ്ച വന്നിട്ട് ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. വാഗൊണ്ടുള്ള സ്തോത്രം മാത്രമേ നമുക്കറിയത്തുള്ളൂ. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് തീർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ അറിയത്തില്ല. ഈ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന ആഴ്ചയിൽ ദൈവം നമ്മോട് ഇന്ന് ചില കാര്യങ്ങൾ പറയാം. മക്കളെ, ബുദ്ധിമുട്ടുള്ളവർ നിങ്ങളുടെ അരികിലൊക്കെ ഉണ്ട്, ആവശ്യത്തിലിരിക്കുന്നവർ നിങ്ങളുടെ ഇടയിലുണ്ട്, സഹവിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുള്ളവർക്കുണ്ട്. അവരുടെ ബുദ്ധിമുട്ട് നിങ്ങൾ തീർക്കുമ്പോഴാണ് ദൈവത്തിന് അനവധി സ്തോത്രം വരുന്നത്. ഇത് മറക്കരുത് പ്രിയപ്പെട്ട. എല്ലായിടത്തും ഒന്നും ഇത് കേട്ടെന്നിരിക്കത്തില്ല, എല്ലാ ആഴ്ചയും ഇത് കേട്ടെന്നിരിക്കത്തില്ല. പക്ഷെ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ കേൾപ്പിച്ചു. ആ കേട്ടത് വെറുതെ പോരുത് പ്രിയപ്പെട്ടവരെ. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഏകദേശം ഒരു ധാരണയായി. എന്താണ്? ഞാൻ അടുത്ത മാസം തൊട്ട് കൃത്യമായിട്ട് ഞാൻ ഈ ചർച്ചിൽ ടൈത്ത് കൊടുക്കും. ഇവിടെ ടൈത്ത് കൊടുക്കുന്ന കാര്യമേ അല്ല ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇനി ഈ ടൈത്ത് പുതിയ നിയമത്തിൽ അങ്ങനൊരു പ്രമാണം ഇല്ല. പഴയ നിയമത്തിലാണ് ഈ ടൈത്ത് എന്നൊക്കെ പറയുന്നത്. പുതിയ നിയമത്തിൽ അതില്ല. അത് ഞാൻ പ്രത്യേകിച്ച് ഞാൻ മുമ്പൊരിക്കൽ വിശദമായിട്ട് ആ കാര്യം പഠിപ്പിച്ചതാണ്. പക്ഷേ ഇനി ഈ ടൈത്ത് എവിടെ കൊണ്ടുവരണം അല്ലേ? പക്ഷേ ഇൻട്രസ്റ്റിംഗ്ലി പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് ഈ പണം എവിടെ കൊണ്ടുവരണമെന്നൊരു ഇൻസ്ട്രക്ഷൻ ഇല്ല. പക്ഷെ നമ്മളെപ്പോഴും കയറി പിടിക്കുന്നത് എന്താണെന്നറിയാം? പഴയ നിയമത്തിലെ മലാക്കി പ്രവചനത്തിലെ ഒരു വാക്യമാണ്. എന്താണ്? എൻ്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാവേണ്ടതിന് പണമെല്ലാം ഇങ്ങ് ആലയത്തിൽ കൊണ്ടുവരണം. ഇത് പാസ്റ്റർമാർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വാക്യമാണ്. എന്താണ്? നിങ്ങളെല്ലാവരും അങ്ങ് എവിടെ കൊണ്ടുവരണം? ഇവിടെ ആലയത്തിൽ കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ ഒരു സഞ്ചി കൊണ്ടുവരും. എന്താണ് സാധനം? ഓഫറിംഗ് ബാഗ്. അതിനകത്തോട്ടങ്ങ് ഇട്ടേക്കണം. ഭണ്ഡാരമൊന്നും ഇവിടെ വെച്ചിട്ടില്ല, അതിനകത്തോട്ടങ്ങ് ഇട്ടേക്കണം അല്ലേ? അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അവിടെ നിങ്ങൾ പഴയ നിയമത്തിൽ ആലയത്തിൽ ഇത് പണം മനുഷ്യർ കൊണ്ടിടുമ്പം അത് ദൈവം പറഞ്ഞിട്ട് തന്നെയാണ് കൊണ്ടിടുന്നത്. പക്ഷേ ആ ഇടുമ്പം അവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. ആവർത്തന പുസ്തകം 14-ാം അധ്യായം
28ഉം 29 ആ പണം പോകുന്നത്. അതോർക്കണം. ഡ്യൂട്രോണമി ചാപ്റ്റർ 14, 28 and 29. ആവർത്തനം 3 ആണ്ട് കൂടുമ്പോൾ 3-ാം സംവത്സരത്തിൽ നിനക്കുള്ള വിളവിന്റെ ദശാംശമൊക്കെയും വേർതിരിച്ച് നിന്റെ പട്ടണങ്ങളിൽ സംഗ്രഹിക്കണം. നീ ചെയ്യുന്ന സകല പ്രവൃത്തിയിലും നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന്, നിന്നെ ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ അല്ലെങ്കിൽ അനുഗ്രഹിക്കേണ്ടതിന് നിന്നോടുകൂടെ ഓഹരിയും അവകാശവും ഇല്ലാത്ത നിന്നോടുകൂടെ ഓഹരിയും അവകാശവും ഇല്ലാത്ത ഒരുവനുണ്ട്. അന്നത്തെ കോണ്ടെക്സ്റ്റിൽ അതാരാണ്? ലേവ്യൻ. അവന് മറ്റുള്ളവരെ പോലെ അവന് ജീവിക്കാൻ പറ്റത്തില്ല. അവനെന്ത് ചെയ്യണം? ആലയം കൊണ്ട് കഴിഞ്ഞോണം. അവന് വേറെ എങ്ങും പോയി പണിയെടുക്കാൻ ഒക്കത്തില്ല. പക്ഷേ നിന്നോടുകൂടെ ഓഹരി ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യണം? അവനൊന്നിനും ബുദ്ധിമുട്ടുണ്ടാവരുത്. നീ അവൻ്റെ ബുദ്ധിമുട്ട് തീർക്കണം. ഇന്നത്തെ കോണ്ടെക്സ്റ്റ് ചെയ്ത് എങ്ങനെ പറയാം? കർത്താവിൻ്റെ വേല പൂർണ്ണ സമയം ചെയ്യുന്നവരിന്ന് തീർച്ചയായിട്ടും ഉണ്ട്. മിഷണറിമാരുണ്ട്, അല്ലേ? പ്രത്യേകിച്ച് ദൈവസഭകളിലൊക്കെ ഉണ്ട്, ഈ സഭയിലും ഉണ്ട് പൂർണ്ണ സമയം കർത്താവിൻ്റെ വേല ചെയ്യുന്നവർ. ഞാൻ ഉൾപ്പെടെ അനേകരിവിടെ ഉണ്ട്. ശരിയാണ്. ഇപ്പം ഞങ്ങൾക്ക് വേണ്ടിയല്ല ഇത് പറയുന്നത്, എങ്കിലും ഓർത്തോണം. അനുഗ്രഹിക്കപ്പെടേണ്ടതിന് കർത്താവിൻ്റെ വേല ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും കൊടുക്കണം. അടുത്തത്, നിന്റെ പട്ടണത്തിലുള്ള പരദേശിയും. നിന്റെ പട്ടണത്തിലുള്ള ബംഗാളി ഉണ്ടോ? നമ്മുടെ പട്ടണത്തിൽ പരദേശികളുണ്ടോ? പട്ടണം അതെല്ലാം നമ്മൾ കൊട്ടേഷൻ പിടിച്ചെടുത്ത്. ഏതാണ്? പരദേശികൾ നാം ഭാഗ്യശാലികൾ. പരദേശി നമ്മൾ തന്നെ. അപ്പം അതും ഞാൻ അങ്ങെടുക്കും, അല്ലേ? കർത്താവിൻ്റെ വേല ചെയ്യുന്നവനും അതും ഞാൻ അങ്ങെടുക്കും, അല്ലേ? ഞാൻ 4-5 പോക്കറ്റ് തച്ചിട്ടായി വരുന്നേ. ഇത് ലേവ്യനുള്ളത്, ഇത് പരദേശിക്കുള്ളത്. പിന്നെ അടുത്തത് അനാഥൻ. ആരാണ് അനാഥൻ? അയ്യോ, എന്നെക്കാട്ടിലും ക്വാളിഫൈ ചെയ്യുന്ന ഏതെങ്കിലും അനാഥൻ ഇവിടെ ഉണ്ടോ? അത് ചോദിക്കേ. അയ്യോ, അല്ല. അനാഥര് നമ്മളൊന്ന് കണ്ണൂർ നോക്കിയേ, അനാഥരുണ്ട്. അടുത്തത് വിധവ. പഴയ കാലത്ത് ഒരു പ്രശ്നമാണ് വിധവ. അവരെ നോക്കാൻ ആരുമില്ല, അവർക്ക് വേണ്ടി വ്യവഹരിക്കാൻ ആരുമില്ല. അടുത്തത്, വന്ന് തിന്ന് തൃപ്തരാകണം. അവരെന്ത് ചെയ്യണം? അവരാലയത്തിൽ വന്ന് തിന്ന് തൃപ്തരാകണം. ഇന്ന് ഏതെങ്കിലും ഒരു വിധവ വിശന്നിരിക്കുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു പരദേശി വസ്ത്രമില്ലാതിരിക്കുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു ദൈവവേലക്കാരൻ, ഒരു മിഷണറി എവിടെയെങ്കിലും പട്ടിണി കിടക്കുന്നുവെങ്കിൽ, അവൻ്റെ കുട്ടിക്ക് ഫീസ് കൊടുത്തിട്ടില്ല എങ്കിൽ, അവൻ്റെ വാടക കൊടുത്തിട്ടില്ല എങ്കിൽ, ആരാ അതിന് കുറ്റക്കാരൻ? അപ്പം ഈ ആലയത്തിലേക്ക് കൊണ്ടുവരണം എന്ന് പഴയ നിയമത്തിൽ പറഞ്ഞത് ഇവർക്കൊക്കെ കൊടുക്കാനായിരുന്നു. ഓർക്കണം, ഇന്ന് ഈ സഭയിലേക്ക് വരുന്ന പണമൊക്കെ ഇവർക്കാണോ പോകുന്നത്? ഈ പറയുന്ന സെറ്റിലുള്ളവർക്കാണോ പോകുന്നത്? അല്ല, ചോദിക്കേ. സദൃശവാക്യം 19-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. സദൃശവാക്യം പ്രോവേർബ്സ് 19:17, 19:17. എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു. ഒരു എളിയവനെ കണ്ട് അവനോട് നീ ഒന്ന് കൃപ കാണിച്ചു. കൃപ കാണിക്കാന്ന് അവന് വേണ്ടുന്ന ഒരു സഹായം നീ ചെയ്തു. അതെങ്ങനെ ആകട്ടെ, പണമാകട്ടെ, ചിലപ്പോൾ നീ ഒരു കാറിൽ ഒരു ലിഫ്റ്റ് ആയിരിക്കും കൊടുത്തത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നീ എന്തെങ്കിലും ഒരു ഉപകാരം, ഒരു ഫേവർ. യു ഡിഡ് എ ഫേവർ ടു ആർക്കാ? ടു ദ പുവർ. വാട്ട് എവർ വേ യു ഡിഡ് എ ഫേവർ. അത് പണം തന്നെ ആവണമെന്നില്ല. ഒരു ഫേവർ നീ ചെയ്തെങ്കിൽ ആർക്കാ നീ അത് ചെയ്തത്? യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു. പക്ഷെ യഹോവയ്ക്ക് എന്തായിട്ട് കൊടുത്തത്? യഹോവയ്ക്ക് നിന്റെ ഫേവറൊന്നും വേണ്ട. യഹോവയ്ക്ക് നീ ഒരു ലോൺ കൊടുക്കുന്നേ. എൻ്റെ ദൈവത്തിന് ലോൺ ഞാൻ കൊടുക്കാനോ? കണ്ടോ? ലോൺ കൊടുത്തൊരു ഗുണം എന്താണെന്നറിയാമോ? തിരിച്ചു കിട്ടും. ശരിയല്ലേ? നമ്മൾ എഡ്യൂക്കേഷൻ ലോൺ തിരിച്ചടയ്ക്കാത്ത ആരെങ്കിലും ഉണ്ടോ? കൈവക്കിയേ. എപ്പോൾ ജപ്തി ചെയ്തെന്ന് ചോദിച്ചാൽ മതി, നിങ്ങൾ തിരിച്ചടച്ചില്ലെങ്കിൽ. അങ്ങനെയെങ്കിൽ ദൈവത്തിന് കടം കൊടുക്കാം, വായ്പ കൊടുക്കാം. ഒരു വകുപ്പുണ്ട്. അതെങ്ങനെ കൊണ്ട് കൊടുക്കണം? ദൈവത്തിന് കുറേ കടം കൊടുത്തേക്കാം. അപ്പോൾ അവിടെ ചെല്ലുമ്പം പലിശ സഹിതം ഇങ്ങ് കിട്ടും. അതല്ലേലും കിട്ടും. അവിടെ ചെല്ലുമ്പോൾ പലിശ സഹിതം തന്നെ കിട്ടും. പക്ഷെ ദൈവത്തിന് കടം കൊടുത്തതിൻ്റെ അല്ല. ഇനി ദൈവത്തിന് എങ്ങനെയാണ് എനിക്ക് കടം കൊടുക്കാൻ കഴിയുന്നത്? സിമ്പിൾ. ഒരു പാവപ്പെട്ടവൻ അങ്ങ് കൊടുത്താൽ മതി. അത് അവിടുത്തെ അക്കൗണ്ടിൽ എങ്ങനെ ക്രെഡിറ്റ് ചെയ്യുന്നത്? ദൈവത്തിന് കടം കൊടുത്തതായിട്ട്, വായ്പ കൊടുത്തതായിട്ട് അതങ്ങ് വരവ് വയ്ക്കും. വരവ് വെച്ചിട്ട് അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും. കണ്ടോ? അപ്പം ദൈവത്തിന് നമുക്ക് വായ്പ കൊടുക്കാം. പക്ഷെ അത് എവിടെ കൊടുക്കാൻ പറ്റൂ? താഴെ
എളിയവനോടൊരു കൃപ നീ കാട്ടുമ്പം നീ ദൈവത്തിനൊരു വായ്പ കൊടുക്കുക. ഇതിനൊക്കെ ഒരു ആമേൻ പറയാമോ ആരെങ്കിലും? ഓ സ്തോത്രം. ഒരാമേൻ അവസാനം ഒന്ന് വന്നു. ചിലപ്പോൾ ഞാനിതെല്ലാം കഴിഞ്ഞ് 2 മണിക്ക് ഇവിടുന്ന് എല്ലാം നിങ്ങളെല്ലാം പോയിട്ട് അവസാനമാണല്ലോ ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഇവിടെ നിന്ന് ജംഗ്ഷൻ കൊണ്ട് കഴിയുമ്പോൾ ആ ബസ് സ്റ്റോപ്പിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ചിലർ പാവപ്പെട്ട ഇവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ചിലപ്പോൾ അതിശയം തോന്നും. അപ്പോഴേ 2-2:30 മണിയാവും. 2:30 മണിക്കവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുക ആൾക്കാർ. പക്ഷെ അതിനു മുമ്പ് ഇവിടെ നിന്ന് ആദ്യം പുരോഹിതന്മാർ പോയി, പിന്നെ ലേവ്യന്മാർ പോയി. പക്ഷെ ഇതുവരെ ഒരു നല്ല ശമരിക്കാരൻ അതുവഴി കടന്നുപോയില്ല. ഇന്ന് നല്ല ശമരിക്കാരന്മാരെല്ലാം പോകുമ്പോൾ നോക്കിക്കോണം ബസ് സ്റ്റോപ്പിൽ വല്ലവരും നിപ്പുണ്ടോ എന്ന്. ആണ് കയറ്റി വെച്ച് കേശാസനം വഴിയാണെങ്കിൽ ഒന്ന് വിട്ടേക്കാം കേട്ടോ. അല്ല അവർ പട്ടത്തോട്ടാണ്, നിങ്ങൾ ഉള്ളൂരോട്ടാണ്, എന്താ ഇച്ചിരി ഡീവിയേറ്റ് ചെയ്ത് പോയാൽ കുഴപ്പം എന്താ? നല്ല ശമരിക്കാർ അങ്ങനെയായിരുന്നു. അയാളൊരു ബിസിനസ് ടൂറിലായിരുന്നു. പക്ഷെ അയാൾ എന്ത് ചെയ്തു? ഇയാളെ പൊക്കിയെടുത്ത് അവിടെ വണ്ടി വെച്ച് കൊണ്ട് അവിടെ ഇട്ട് അന്ന് രാത്രി അവിടെ താമസിച്ച് അടുത്ത ദിവസം അവിടെ ക്രെഡിറ്റ് കാർഡും കൊടുത്തേച്ച് ഞാൻ തിരിച്ചു വന്നു ബാക്കി സെറ്റ് ചെയ്ത് വന്ന ഒരു എന്തോന്ന് അണ്ടർടേക്കിംഗ് എഴുതി കൊടുത്തിട്ടാണ് അയാൾ പണിക്ക് പോയത്. ഇത്രയും എന്താ പറഞ്ഞേ ഈ പ്രയാസം അയാൾ എടുത്തു. ഞാനും നിങ്ങൾ നല്ല ശമരിക്കാർ, ഞാൻ പോകുന്ന വഴിക്ക് വല്ലതും ആണെങ്കിൽ ഞാൻ നിങ്ങളെ അവിടെ വഴിയിൽ ഡ്രോപ്പ് ചെയ്യാം. ആരെയും നിങ്ങൾ വഴിയിലൊന്നും ഡ്രോപ്പ് ചെയ്യണ്ട. അത് ഈ പറഞ്ഞ പോലെ എളിയവനോടുള്ള കൃപയല്ലത്. പ്രായമുള്ളവരും ക്ഷീണിതരും രോഗികളും കീമോ എടുക്കുന്നവരും ഒക്കെ കാണുന്നതിനകത്ത് അവരാരെങ്കിലും ഈ ചൂടത്ത് വഴി നിൽക്കുന്ന കണ്ടാൽ ദയവ് ചെയ്ത് അവരെ വിളിച്ച് കയറ്റി അവരുടെ വീട്ടിൽ കൊണ്ട് ഇറക്കി വിടണം. അതാണ് നമ്മൾ ഈ വായിച്ച് കേട്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. അങ്ങനെയൊക്കെ ഇത് പാലിക്കേണ്ട പ്രിയപ്പെട്ടവരെ. അടുത്തത് ലൂക്കോസ് 16-ാം അധ്യായം 20 മുതൽ വായിക്കുമ്പം അവിടെ ഒരു കഥയാണ്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ അത് കഥയാണോ സംഭവ കഥയാണോ എന്നൊരു ചോദ്യം ചിലർ ചോദിക്കാറുണ്ട്. ഏതാ കഥ? ലാസറിൻ്റെയും ധനവാന്റെയും കാര്യം. എന്താണത്? 20-ാം വാക്യത്തോട്ട് വായിച്ചേ. ലാസർ എന്ന പേരുള്ളൊരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരക്കിൽ കിടന്നു. ഈ ലാസർ എന്നൊരു ദരിദ്രൻ. രണ്ടാമത് അവൻ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അവൻ്റെ ദേഹത്ത് മൊത്തം വ്രണം വരത്തക്കുള്ള ഒരു ദരിദ്രനായിരുന്നു. അത്രയ്ക്ക് he was poor. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. കണ്ടോ, ഈ ധനവാന്റെ വീടിന്റെ പടിപ്പുരക്കിലാണ് ഇവിടെ കിടക്കുന്നത്. അതായത് ഇയാൾ മറ്റേ വലിയ വണ്ടിയിൽ ഇങ്ങോട്ട് ഗേറ്റ്, ഓട്ടോമാറ്റിക് ഗേറ്റ് ഇങ്ങനെ തുറന്ന് പോകുമ്പോഴൊക്കെ ഇവൻ സൈഡിൽ കിടപ്പുണ്ട്, ഫുട്പാത്തിൽ കിടപ്പുണ്ട് അല്ലേ. അപ്പൊ ഈ ധനവാൻ എന്നും പോകുമ്പോഴും വരുമ്പോഴും, എത്ര വട്ടം പോകുമ്പോഴും എല്ലാം ഇവനെ കാണുന്നുണ്ട്. പടിപ്പുരക്കിലാണ് അവൻ കിടക്കുന്നത്. ഇവനാണെങ്കിൽ വ്രണം നിറഞ്ഞാ കിടക്കുന്നത്. ഇവൻ ആരാണ്? ദരിദ്രനുമാണ്. അടുത്തത് നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. അതൊക്കെ കാണിക്കുന്ന അവന്റെ റെച്ചഡ്നെസ്, അവന്റെ ഗതികെട്ട അവസ്ഥയാണ് അല്ലേ. അവന് ഒരു ശുശ്രൂഷയും കിട്ടിയിരുന്നില്ല. അവന്റെ ഈ വ്രണം വന്ന് ഈ പറഞ്ഞ ഡ്രസ്സ് ചെയ്ത് കൊടുക്കുന്ന ആരാണ്? നായ്ക്കൾ. ഞാൻ ചിലപ്പോൾ ഇന്നത്തെ കാലത്തെ നായ്ക്കളായിരുന്നു ഇവനെ കടിച്ചില്ലാതെയാക്കി തീർത്തേനെ വയ്ക്കാറും. അന്നത്തെ നായ്ക്കൾ കുറച്ചുകൂടെ മര്യാദ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നക്കിയൊക്കെ കൊടുക്കും, അത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ കടിച്ചു കൊല്ലത്തില്ലായിരുന്നു. പക്ഷെ ഇതൊക്കെ ചെയ്തിട്ടും, ഇതൊക്കെ തൻ്റെ കൺമുമ്പിൽ കൺവട്ട് നടന്നിട്ടും ഈ ധനവാൻ ഒരിക്കലും ഒരു സിമ്പതി അല്ലെങ്കിൽ ഒരു കമ്പാഷൻ ഒരിക്കലും ഇല്ലായിരുന്നു. എന്തിനാ യേശു ഈ സംഭവം പറഞ്ഞത്? നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചേ, അദ്ദേഹത്തിൻ്റെ പേരും പറഞ്ഞിട്ടുണ്ട്. ഈ ദരിദ്രൻ്റെ പേരെന്താണ്? ലാസർ. പക്ഷെ ലാസർ എവിടെ പോയി മരിച്ചപ്പം? ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. പട്ടികൾ നക്കിക്കൊണ്ടിരുന്ന ദരിദ്രൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവസ്ഥ മാറി, സ്റ്റേറ്റസ് മാറി. എന്താണ്? ദൂതന്മാര് വന്ന് അബ്രഹാമിന്റെ മടിയിലേക്ക്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പട്ടികൾ വന്നിങ്ങനെ നക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൂതന്മാരിത് കണ്ടുകൊണ്ടിരിക്കുക സൈഡിൽ. അപ്പോൾ നമ്മൾ ദൂതന്മാർക്ക് ആ പട്ടിയൊന്ന് ഓടിച്ചു വിട്ടൂടെ? ഇല്ല, ദൂതന്മാരോട് പറഞ്ഞിരിക്കുന്നത് പട്ടി ഓടിക്കാനല്ല, കൊണ്ടുപോകാനാ, ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ നിൽക്കുക. ഇവിടെ നമ്മൾ ഏതവസ്ഥയിലായിരിക്കും എന്നുള്ളത് ജസ്റ്റ് ഫോർഗെറ്റ് ഇറ്റ്. ചില അവസ്ഥകൾ മാറണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ മരിക്കണം. പക്ഷെ എൻ്റെ ചോദ്യം, നമ്മൾ മരിക്കുമ്പോൾ ദൂതന്മാർ കാത്തു നിന്ന് നമ്മളെ അങ്ങ് കൊണ്ടുപോയി അബ്രഹാമിൻ്റെ മടി, അതായത് കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിക്കണമെങ്കിൽ
എൻ്റെ ദാരിദ്ര്യം അതിനൊരു തടസ്സമല്ല. എനിക്ക് വീടില്ല, ഞാനൊരു ഫുട്പാത്തിലാണ് കിടക്കുന്നത്, തടസ്സമല്ല. എൻ്റെ ശരീരം മുഴുവൻ വ്രണം നിറഞ്ഞിരിക്കുന്നു, തടസ്സമല്ല. അത് പട്ടികളൊന്നും നക്കുന്നുണ്ടായിരുന്നു, തടസ്സമില്ല. പക്ഷേ താൻ ഉള്ളിൽ ഭക്തനായിരുന്നു. പക്ഷേ വലിയ കൊട്ടാരത്തിൽ താമസിച്ചൊരു വലിയ ധനവാനുണ്ട്, അയാളുടെ പേര് പറഞ്ഞിട്ടില്ല. അയാൾ മരിച്ചപ്പോൾ അടുത്ത അയാളും മരിച്ചല്ലേ, ധനവാനും മരിച്ചു. എൻ്റെ അർത്ഥം നമ്മൾ മരിക്കും. മരിച്ചപ്പം അടക്കപ്പെട്ടു. ഓ, അവിടെ ശ്രദ്ധിച്ചോ, ഇദ്ദേഹത്തിന് എന്ത് കിട്ടി? ഓ, ധനവാൻ മരിച്ച ഉടനെ എന്തായിരുന്നിരിക്കും അല്ലേ. അവിടെ ആ ജംഗ്ഷനിലൊക്കെ ഹർത്താൽ, കടയൊന്നും തുറന്നില്ല. പിന്നെ ഒരു കറുത്ത കൊടി, പിന്നെ ഫ്ലക്സ് ബോർഡ്, അങ്ങ് ജംഗ്ഷൻ വരെ എന്തോ വെച്ചിരുന്നു, ഫ്ലക്സ് ബോർഡ്. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? ഓ, പിന്നെ എന്തോന്നായിരുന്നു, വ്യൂയിങ്, പിന്നെ ലൈവ് സ്ട്രീം. പിന്നെ ഈ പറഞ്ഞ പോലെ ആ വിലാപയാത്ര പള്ളിയിലോട്ട് പോയതൊക്കെ ഒന്ന് കാണേണ്ടതാണ്. മുത്തുക്കുടയൊക്കെ പിടിച്ച് വലിയ മഞ്ചലൊക്കെ എടുത്ത്, മറ്റേ പണ്ട് ഇവിടെ ഒരു തിരുവനന്തപുരത്തൊരു ശവം കൊണ്ടുപോകുന്നൊരു വണ്ടി ഉണ്ടായിരുന്നു, കുതിരയെ കെട്ടിയാണ് വലിക്കുന്നത്. പഴയ ആൾക്കാർക്കറിയാം, തിരുവനന്തപുരത്തുകാർ പഴയ ആൾക്കാർ വല്ലതും ഉണ്ടോ? ഞാൻ ഈ കാണുന്ന എല്ലാം പുതിയ ആൾക്കാരാണ്. ഞാനൊക്കെ കുഞ്ഞുനാളിൽ കണ്ടിട്ടുണ്ട്. ഇവിടെയുള്ള അല്ലേ പോട്ടെ, ആ ക്രൈസ്റ്റ് ചർച്ചിൽ പോയാൽ അവിടെ ഒരു കണ്ണാടിക്കൂട്ടിനകത്ത് വെച്ചിട്ടുണ്ട് അവിടുത്തെ പഴയ വണ്ടി. അന്ന് ആംബുലൻസിനകത്തൊന്നും അല്ല കൊണ്ടുവന്ന്, ഇതിനകത്താണ് കൊണ്ടുവന്നത്. അതിനകത്തൊരു തലയോട്ടിയും 2 എല്ലും വെച്ചിട്ട് ഒരു എഴുത്തുണ്ട്. അത് വായിച്ചാൽ ഒരുമാതിരിപ്പെട്ടുകൊണ്ട് ഉയിര് പോകും. എന്താണെന്നറിയാമോ? അതിങ്ങനെ ഈ തിരുവനന്തപുരത്ത് നിരത്തിക്കൂടെ കുതിര ഇങ്ങനെ വലിച്ചു പോകുമ്പം എൻ്റെ ബാക്കിലൊരു എഴുത്ത്, ഇന്ന് ഞാൻ നാളെ നീ. സത്യം പറഞ്ഞ ആംബുലൻസിൻ്റെ പുറയിൽ ഇതൊന്ന് എഴുതി വയ്ക്കുന്നത് കൊള്ളാം, ഇന്ന് ഞാൻ നാളെ നീ. ഈ ധനവാനെ എങ്ങനെയായിരിക്കും കൊണ്ട് അടക്കിയത്? ആ ധനവാനെ അടക്കിയ ആ പെട്ടി, അത് ശരിക്കും അത് ഏറ്റവും വിലയുള്ള തടി എന്തുവാ? ഓ, തേക്കിൻ തടി തന്നെ തീർത്ത പെട്ടി അല്ലേ. ആ കുഴിയൊക്കെ എന്തുമായിരുന്നിരിക്കും. അയ്യോ, എന്തുമായിരുന്നു സംഭവം ഒന്നും. അതായത് നല്ലൊരടക്കം കിട്ടി. പക്ഷേ ധനവാന് നല്ല അടക്കം കിട്ടിയപ്പം ലാസറിന് അടക്കമൊന്നും കിട്ടിയില്ല. ആരോ പറഞ്ഞു, ഈ പട്ടികൾ ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് നക്കിയെങ്കിൽ മരിച്ചാൽ പിന്നെ വിടുവോ? തീർത്ത് കാണും, പ്രത്യേകിച്ച് അടക്കേണ്ടിയൊന്നും വന്നില്ല. ലാസറിന് നല്ല ഒടുക്കം കിട്ടി, ധനവാന് നല്ല അടക്കം കിട്ടി. പറ, ഒടുക്കം വേണോ അടക്കം വേണോ? ഒടുക്കം ആര് നോക്കാൻ പോകുന്നു? അടക്കം ഒന്ന് നീറ്റായിട്ട് ചെയ്തേക്കണേ, പാസ്റ്റർ കാണൂല്ലേ? അടക്കത്തിലല്ല കാര്യം. സ്തേഫാനോസ് മരിച്ചു, ഭക്തിയുള്ള പുരുഷന്മാർ ചേർന്നു അടക്കം ചെയ്തു. വേറൊരു ഭാര്യയും ഭർത്താവും വീണ് ചത്തു. അവിടെ ഇരിക്കുന്ന എന്താണെന്നറിയാമോ? ബാല്യക്കാർ കുഴിച്ചിട്ടു. ഇനി ഓർക്കണം, ഈ കുഴിച്ചിട്ടവർ സഭയിലെ മെമ്പർമാരായിരുന്നു, അവർ രക്ഷിക്കപ്പെട്ടതാ. അവരിതുപോലൊരു ഒരു ബോൺ അഗെയിൻ ചർച്ചിലാണ് അവർ മുന്നോട്ടിരുന്നത്. അവർ രണ്ടുപേരും ബാപ്റ്റൈസ്ഡ് ആയിരുന്നു, അവർ രണ്ടുപേരും സ്പിരിറ്റ് ഫിൽഡ് ആയിരുന്നു. തീർച്ചയായിട്ടും അല്ലേ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അവർ പരിശുദ്ധാത്മാവിനോടൊരു വ്യാജം കാണിച്ചു എന്നുള്ള ഒറ്റ കാരണം അവർക്കൊരു നല്ല അടക്കം കിട്ടിയില്ല, കുഴിച്ചിടപ്പെട്ടു. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. ധനവാൻ അടക്കമൊക്കെ കിട്ടി, പക്ഷെ നേരെ പോയി ലാൻഡ് ചെയ്ത് എവിടെയാ? പാതാളത്തിൽ. യാതനാസ്ഥലം എന്നൊക്കെ നമ്മൾ പറയുന്നു. അവിടെ ചെന്ന് കിടന്നുകൊണ്ട് മേളിലോട്ട് നോക്കി അബ്രഹാം പിതാവിനോട് കെഞ്ചുകയാണ്, അവനെ ഒന്ന് ഇറക്കി വിടുവോ? എന്തിനാ? അവൻ്റെ വിരലൊന്നും വെള്ളത്തിലൊന്നും മുക്കി നോക്കണം. ഈ മനുഷ്യൻ എത്ര ലക്ഷറി ജീവിച്ച ഒരാളാണ്. ഇയാൾ ലോകത്തുള്ള എല്ലാ വെള്ളവും കുടിച്ചിട്ടുള്ള ആളാണ് അല്ലേ. ഇനി ആൾ അടിക്കാത്ത ഒരു കുപ്പിയും ബാക്കിയില്ല. പക്ഷേ ഇപ്പം ആൾ ചോദിക്കുന്നത് ഒരു തുള്ളി, അതും ആരുടെ കയ്യിൽ നിന്ന്? ധനവാന്റെ കയ്യിൽ അല്ല, ലാസറിന്റെ കയ്യിൽ എന്തോ ഉണ്ട്? വ്രണം. ആ വ്രണം നിറഞ്ഞ കൈ കൊണ്ടാണേലും കുഴപ്പമില്ല, ഒരു തുള്ളി വെള്ളം. ഇത്ര ഗതികെട്ട് പോയി മനുഷ്യൻ. കിട്ടിയോ? ഇല്ല. ഇതിൽ നിന്നൊക്കെ ചില വളരെ പ്രധാനപ്പെട്ട പാഠം നമ്മൾ പഠിക്കണം. ഈ ഭൂമിയിലായിരിക്കുമ്പം നമ്മുടെ പടിപ്പുരയ്ക്കൽ കിടക്കുന്ന ലാസറിനെ നമ്മൾ അവഗണിക്കരുത്. ഡോണ്ട് ജഡ്ജ് ഹിം ബൈ ഹിസ് ലുക്സ്. അവൻ ഭക്തനായിരുന്നു, അതുകൊണ്ട് ദൂതന്മാർ അവനെ കൊണ്ടുപോയത്. ഒരു മുഷിഞ്ഞ വസ്ത്രവും ഒക്കെ ഇട്ടുകൊണ്ട് വരുന്ന ഒരാളിനെ നിങ്ങൾ തെറ്റായിട്ട് നിങ്ങൾ ജഡ്ജ് ചെയ്ത് കളയരുത്. ചിലപ്പം പഠിപ്പില്ലാത്തവരായിരിക്കും, ചിലപ്പം ഈ പറഞ്ഞ പോലെ വലിയ സൗകര്യമൊന്നും ഇല്ലായിരിക്കും.
പക്ഷേ അവരുടെ അകം കാണുന്നത് നമ്മുടെ കർത്താവാണ്. അവരിവിടെ കണ്ണടയ്ക്കുമ്പോൾ ദൂതന്മാരവരെ കൊണ്ട് ദൈവസനിൽ എത്തിക്കും എന്നുള്ള കാര്യം മറക്കരുത്. ലൂക്കോസ് 10-ാം അധ്യായത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വളരെ പ്രസിദ്ധമായ കഥ. നമ്മൾ ഒന്നുകൂടെ പറയേണ്ട ആവശ്യമില്ല. അവിടെ നോക്കിയേ, നല്ല ശമരിയക്കാരൻ. അവിടെ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് അവിടെ ആ കഥ പറഞ്ഞത്, അല്ലേ? 30-ാമത്തെ വാക്യം തൊട്ടാണ്, ലൂക്കോസ് 10:30 തൊട്ടാണ് ആ കഥ പറയുന്നതെങ്കിൽ അതിന് തൊട്ട് മുമ്പ് ഒരു ചോദ്യത്തിന് ഉത്തരവായിരുന്നു. എന്തായിരുന്നു ചോദ്യം? ആരാണ് എൻ്റെ അയൽക്കാരൻ? ഹൂ ഈസ് മൈ നെയ്ബർ? ഓക്കെ, അതിന് ഉത്തരമാണ് പറഞ്ഞത്. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ. ശരി, ഞാൻ വിടുക, സമയക്കുറവുകൊണ്ട് ഞാൻ അങ്ങ് വിടുക. ഇനി ആർക്കാ ആ കഥ അറിയാത്ത? എല്ലാവർക്കും അറിയാം. അതുവഴി പോയ പുരോഹിതന് മനസ്സലിഞ്ഞില്ല, ലേവ്യനും മനസ്സലിഞ്ഞില്ല. ഞാനിങ്ങനെ പറയും, ആദ്യം വന്ന പട്ടക്കാരൻ കാലെടുത്ത് ഇങ്ങനെ വെച്ച് അങ്ങ് അപ്പുറത്തോട്ടങ്ങ് പോയി. അടുത്ത് വന്ന പാസ്റ്റർ, അയാളും പോയി ശുശ്രൂഷയ്ക്ക്, അയാളും പോയി. അടുത്ത് വന്നത് ആരാ? ഞാനാ. ഇപ്പം എല്ലാവരും പറഞ്ഞ കേട്ടതൊന്നും നിങ്ങളാണ് ശബരിക്കാരൻ. നമ്മളെല്ലാം ഈ പുരോഹിതനെയും ലേവ്യനെയും കുറ്റം പറയും. നമ്മളെല്ലാം അങ്ങ് നല്ല ശബരിക്കാരായി. ഒന്ന് ഓർത്തോണം, ഈ കാലെടുത്ത് വെച്ച് ഒഴിഞ്ഞു പോയ പുരോഹിതനും ലേവ്യനും നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ. നല്ല ശമരിയക്കാരൻ നമ്മുടെ കർത്താവ് മാതൃക കാണിച്ചു തന്നു. ഇന്ന് ഞാനും നിങ്ങളും ആ മാതൃക നമ്മൾ പിൻപറ്റണം പ്രിയപ്പെട്ടവരെ. അപ്പോസ്തലപ്രവൃത്തിയിൽ 9-ാം അധ്യായത്തിൽ എൻ്റെ വാക്ക് നിർത്തുക, അവസാനത്തെ ഒരു വാക്യം, ആക്ട്സ് ചാപ്റ്റർ 9:36. അവിടെ ഒരു പാവപ്പെട്ടൊരു സഹോദരി ഉണ്ടായിരുന്നു. സഹോദരിമാർക്ക് ഇത് ഇഷ്ടപ്പെടും. യോപ്പയിൽ പേടമാൻ എന്ന അർത്ഥമുള്ള തബീത എന്ന് പേരുള്ള ഒരു ശിഷ്യ ഉണ്ടായിരുന്നു. കണ്ടോ, അവിടെ ഒരു ശിഷ്യ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പുതുനിയമസഭയിലുള്ളവരാരൊക്കെയാ? ശിഷ്യന്മാരാ. അവിടെ ഒരു ശിഷ്യ ഉണ്ടായിരുന്നു. ആ ശിഷ്യയുടെ പേരെന്തായിരുന്നു? തബീത. അവളുടെ ഇംഗ്ലീഷിലെ പേരെന്തായിരുന്നു? ഡോർക്കസ്. ഓക്കെ, എന്തായിരുന്നു പേരിന്റെ അർത്ഥം? പേടമാൻ. ശരി, ഈ സഹോദരി എന്തായിരുന്നു? അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോകുന്നവളായിരുന്നു. കണ്ടോ, നല്ലൊരു സ്ത്രീയായിരുന്നു. 39-ാം വാക്യം, പത്രോസ് എഴുന്നേറ്റ് അവരോടുകൂടെ ചെന്ന് എത്തിയപ്പോൾ അവർ അവനെ മാളിക മുറിയിൽ കൊണ്ടുപോയി. അവിടെ വിധവമാരെല്ലാവരും കരഞ്ഞുകൊണ്ടും തബീത തങ്ങളോട് കൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ടും അവന്റെ ചുറ്റും നിന്നു. കണ്ടോ, ഈ തബീത എന്ന് പറഞ്ഞ സഹോദരി മരിച്ചപ്പം ഒത്തിരി പേരോട് വന്ന് കരയുന്നു. അവർ കരയുമ്പോൾ അവരുടെ കയ്യിലൊരു സംഗതി പിടിച്ചിട്ടുണ്ട് ഓരോരുത്തർ. എന്താണ്? ഈ തബീത ജീവനോടിരുന്നപ്പോൾ ഇവർക്കൊക്കെ തച്ചു കൊടുത്ത, തുന്നിക്കൊടുത്ത, മേടിച്ചു കൊടുത്ത, അല്ലേ, വസ്ത്രങ്ങളും കുപ്പായങ്ങളും കാണിച്ച് കരയുക. നിങ്ങളെങ്ങാനും മരിക്കുമ്പോൾ ആരെങ്കിലും എന്തേലും കൊണ്ടുവന്നതുപോലെ കാണിച്ചുകൊണ്ട് കരയോ? വല്ലവരൊക്കെ തമിഴ്നാട്ടിൽ ചെയ്യുന്ന പോലെ കാശ് കൊടുത്ത് കരയാൻ ഇപ്പോഴേ ആക്കിക്കോ. ഒരു മനുഷ്യന് മക്കളിപ്പം കരയുന്നേ ഇല്ല. സത്യം പറഞ്ഞാൽ മരണ വീട്ടിൽ ഒരു കരച്ചിൽ കണ്ടിട്ട് ഒത്തിരി ആളായി. പണ്ടൊക്കെ ഈ പാസ്റ്റർമാർക്ക് ചെന്ന് കരയുന്നവരെ പിടിച്ചു നിർത്തുന്നതാണ് വലിയൊരു പാട്. ഇപ്പം ആ പാടേ ഇല്ല. അന്നൊരു ഭക്തയായ സ്ത്രീ, അവൾ ജീവിച്ചിരുന്നപ്പോൾ അവൾ ഒത്തിരി നല്ല പ്രവൃത്തികൾ ചെയ്തു. ആ പ്രവൃത്തികൾ അനുഭവിച്ചവരെന്ത് ചെയ്തു? വന്ന് കരയുന്നു. ഞാനും നിങ്ങൾ മരിച്ചു കിടക്കുമ്പം ആരെങ്കിലും അവിടെ വന്നിട്ട്, നല്ല മനുഷ്യനായിരുന്നു, നല്ലൊരു സ്ത്രീയായിരുന്നു, എനിക്കൊത്തിരി ഉപകാരം ചെയ്തിട്ടുണ്ട്, എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്, ദൈവ ഉടുപ്പ് എനിക്ക് തച്ച് തന്നതാ, എനിക്ക് അയച്ചു തന്ന ആ ഗൂഗിൾ പേ എടുത്തിട്ട് എത്ര പ്രാവശ്യം എനിക്ക് മുടങ്ങാതെ അയച്ചു തന്നു എന്ന് കാണിച്ച് അവിടെ നിങ്ങളെക്കുറിച്ച് കരയാൻ ആരെങ്കിലും ഉണ്ടാവുമോ പ്രിയപ്പെട്ടവരെ? പക്ഷെ ആരെങ്കിലും നിങ്ങൾ മരിച്ചു കിടക്കുമ്പോൾ ഒന്ന് കരഞ്ഞുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. നിങ്ങൾ ഇവർക്കെല്ലാം ചെയ്തത് നിങ്ങൾ ദൈവത്തിന് വായ്പ കൊടുക്കുകയായിരുന്നു. ദൈവം വിശ്വസ്തൻ, അവനാർക്കും കടക്കാരനല്ല. അവിടെ എന്ത് ചെയ്യും? പ്രതിഫലം അവിടെ ഉണ്ടാവും. ഞാൻ എന്തിനാണ് ഈ സാമ്പത്തിക വർഷം ഒടുവിലത്തെ ആഴ്ച ഈ വചനങ്ങളെടുത്ത് പ്രസംഗിച്ചത്? ഇനി ആ തബീത ചെയ്ത ഈ സൽപ്രവൃത്തികളുണ്ടല്ലോ, ദാറ്റ് വാസ് നോട്ട് എ ചർച്ച് പ്രോജക്റ്റ്. തബീത പൊയ്ക്കൊണ്ടിരുന്ന ആ സഭയിലെ ഒരു പ്രോജക്റ്റായിരുന്നു
എല്ലാവരും എന്ത് ചെയ്യണം? വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കണം. അല്ല, അവൾ പേഴ്സണലായിട്ട് ചെയ്തയാ. പണ്ടൊരു പിന്നെ ഞങ്ങളത് നിർത്തി. എന്താണെന്നറിയാം, ഈ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പം തുണി കളക്ട് ചെയ്യും. അപ്പം അന്ന് ഇതുപോലെ ചർച്ചയിൽ പറയും, നിങ്ങൾ തുണി അടുത്ത ആഴ്ച വരുമ്പോൾ എല്ലാവരും നിങ്ങൾക്ക് തുണി കൊണ്ടുവരണേ, എന്നിട്ട് അവിടെ ഒരു കൊട്ട വെച്ചിട്ടുണ്ട് വയ്ക്കണം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പാറോട്ട് കുണത്ത് എന്താ ഫീഡിങ് റൂം, ആ മുറി മുഴുവൻ തുണിയായിപ്പോയി. പക്ഷെ പ്രശ്നം, ചില തുണികൾ കണ്ട പെറ്റതള്ള തയ്ക്കില്ല. അങ്ങനത്തെ തുണിയായി. പിന്നെയാണ് മനസ്സിലായത് പലരും ഈ കബോർഡൊന്ന് ഒഴിവാക്കാൻ, ക്ലിയർ ചെയ്യാൻ കാത്തിരിക്കാൻ. അപ്പോഴാണ് പാസ്റ്റർ പറയുന്നത് നിങ്ങൾ കൊണ്ടുവരാൻ. ഇതൊരു കൺവീനിയൻസ് ആയിട്ട് എടുത്ത് എല്ലാവരും കൂടെ അവർക്ക് വേണ്ടാത്ത തുണിയെല്ലാം കൊണ്ടുവന്നു. അന്ന് നിർത്തി ഈ തുണി പരിപാടി. ഇവിടെ വന്നിട്ട് ഒരിക്കലും ചെയ്തിട്ടില്ല തുണി. നിങ്ങൾക്ക് അഥവാ അങ്ങനെ കൊടുക്കണമെങ്കിൽ പുതിയ തുണി മേടിച്ചു കൊടുക്കണം, പഴയ തുണി വേണ്ട. ആ തബീത അവളുടെ പ്രോജക്റ്റായിട്ടാണ് കുപ്പായം തുന്നിക്കൊടുത്തത്, അല്ലാതെ ചർച്ചിൻ്റെ പ്രോജക്റ്റ് അല്ല. ഇനി പറഞ്ഞേ, തബീതമാരൊക്കെ ഒന്ന് കൈപോക്കിക്കേ. അയ്യോ, ഞാൻ ഇപ്പം തച്ചിട്ട് ഒത്തിരി ആളായി, മെഷീൻ കൊടുത്ത് അത് തുരുമ്പെടുത്ത് കിടക്കണം, ഇനിയിപ്പം നന്നാക്കണ സ്ഥലം എവിടെയെന്ന് പോലും അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞില്ലേ, നന്മ ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് പേര് അതങ്ങ് നിർത്തി. തച്ചുകൊണ്ടിരുന്ന തയ്യൽ നിർത്തി, മിഷൻ ഇപ്പം തുരുമ്പെടുത്ത്. ഇല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം ആ കൂടി നിങ്ങളെല്ലാം ചെയ്യുന്ന ഒരു പ്രവൃത്തി, പണ്ട് നിങ്ങളിരുന്ന് വീട്ടിൽ ഇരുന്ന് തയ്ക്കും, എന്തൊക്കെ പരിപാടി ചെയ്യുമായിരുന്നല്ലേ? ഇപ്പോൾ ഇപ്പം എല്ലാവരും കൂടെ ആ കൂടെ ചെയ്യാൻ അറിയാവുന്ന ഒരേ ഒരു പരിപാടികൾ എന്താണ്? തോണ്ടുക. നമ്മുടെ തലമുറയ്ക്ക് പറ്റിയൊരു കുഴപ്പമാണ്. അത് 90 വയസ്സുള്ള അമ്മച്ചി ഇരുന്നുകൊണ്ട് തോണ്ടുകയാണ്. ഇപ്പം ജനിച്ച കുട്ടിയും കഴിക്കണമെങ്കിൽ ഇത് തോണ്ടി കൊടുത്താലേ കഴിക്കത്തുള്ളൂ. ഇപ്പോൾ ഇതാണ് അവസ്ഥ. നന്മ പ്രവൃത്തിയും തീർന്നു, സൽപ്രവൃത്തിയും തീർന്നു, എല്ലാം തീർന്നു. അവസാനം നമ്മൾ ചത്ത് കിടക്കുമ്പോൾ എല്ലാവരും ഫോണും കൊണ്ട് ചുറ്റും നിന്ന് അവരപ്പോഴും തോണ്ടിക്കൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾ ചെയ്ത കാര്യമല്ല അവർ തോണ്ടുന്നത്. അവർ നിങ്ങളുടെ ഫോട്ടോ എടുത്ത് ലൈവ് ഇട്ടുകൊണ്ടിരിക്കുക, അതുകൊണ്ട് പോയി കിട്ടിയെന്ന് ചോദിക്കണം. ഞാൻ തമാശയൊക്കെ പറഞ്ഞെങ്കിലും നിങ്ങളുടെ ഉള്ളിലേക്കൊരു സന്ദേശം വന്നു എന്ന് എനിക്ക് ഉറപ്പാണ്. എന്തായിരുന്നു നമ്മുടെ കുറിവാക്യം? നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് പ്രതിഫലം ഉണ്ട്. ഇന്നത്തെ സന്ദേശം അത്രയേ ഉള്ളായിരുന്നു. നന്മ ചെയ്യുന്നവരായിട്ട് മാറാം. അഭിഷേകം പ്രാപിച്ചതിൻ്റെ ലക്ഷണം അന്യഭാഷ മാത്രമല്ല, ഇല്ലാത്തവരുമായിട്ട് നമുക്കുള്ളത് പങ്കിട്ട് കൊടുക്കുന്നതും കൂടെയാണ് ആത്മനിറവിൻ്റെ അടയാളം. ദൈവസ്നേഹം എൻ്റെ ഉള്ളിലുണ്ടെന്നുള്ളത് പാട്ട് മാത്രം പാടിയാൽ പോരാ, അത് ഞാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി തീർക്കണം. എനിക്ക് തിരിച്ചു തരാൻ കഴിവില്ലാത്തവർക്ക് ഞാൻ എന്തെങ്കിലും കൊടുത്താൽ ഞാൻ കർത്താവിന് കടം കൊടുത്ത പോലെയാണ്. എൻ്റെ അർത്ഥം, കർത്താവ് ആർക്കും കടക്കാരനല്ലാത്തത് കൊണ്ട് അവനെനിക്ക് പ്രതിഫലം തരും. എത്ര പേരൊരു സമർപ്പണം സമർപ്പിക്കും? കർത്താവേ, അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ഞാൻ കേട്ടിരിക്കുന്നു. ഇന്ന് മുതൽ കർത്താവേ, ഞാനൊരു പാർട്ടി നടത്തുമ്പോൾ, ഞാനൊരു വിരുന്നൊരുക്കുമ്പോൾ ഞാൻ ആരെ വിളിക്കും? ഞാൻ ആർക്ക് കൊടുക്കും? ഒരിക്കലും എനിക്ക് തിരിച്ചു തരാൻ കഴിയുന്നവർക്കല്ല, എനിക്ക് തിരിച്ചു തരാൻ കഴിവില്ലാത്തവർക്ക് ഞാൻ തെരഞ്ഞു പിടിച്ച് കൊടുക്കുവാൻ, അങ്ങനെയുള്ളവർ അങ്ങോട്ട് ചെന്ന് സഹായിക്കുവാൻ എന്നെ സഹായിക്കണം. അതിന് ഞാനിതാ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും ഒരു സമർപ്പണം എടുത്താണ്. ഐ വാണ്ട് ഓൾ ഓഫ് യു ടു make a commitment this day. Lord, I'm willing to help anyone who is in need. ആവശ്യത്തിലിരിക്കുന്ന ആരെയും, അത് ജാതി മത വർഗ വർണ്ണ വ്യത്യാസം ഒന്നുമില്ലാതെ സഹായിക്കുവാൻ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.